ഹേ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി 2019 ഒരു ക്രൈം ത്രില്ലർ മൂവിയായിട്ട് പുറത്തിറങ്ങിയ സീക്രട്ട് ഒബ്സഷൻ എന്ന് പറഞ്ഞൊരു മൂവിയാണ് നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഈ മൂവിയെ പറ്റി ഞാൻ എന്തായാലും വേറെ ഒന്നും പറയുന്നില്ല. ഒരു സിമ്പിൾ ആയിട്ടുള്ള മൂവി, പക്ഷേ ആദ്യം മുതൽ അവസാനം വരെയും അടുത്തത് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള ആ ഒരു ടെൻഷനിൽ മാത്രമേ നമ്മൾ ഈ മൂവി കണ്ടു തീർക്കത്തുള്ളൂ. അതുകൊണ്ട് വേറെ ഒന്നും ചിന്തിക്കേണ്ട, നമുക്ക് നേരെ മൂവിയിലേക്ക് തന്നെ പോവാം. അതിനു മുന്നേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ സപ്പോർട്ടായിട്ട് ഒരു ലൈക്കും, ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ സ്റ്റോറിയിലേക്ക് പോവാം. ഈ കഥയുടെ തുടക്കത്തിലെ മഴയുള്ളൊരു രാത്രി ഒരു പെൺകുട്ടി ആരെയോ കണ്ട് പേടിച്ചിട്ട് രക്ഷപ്പെടാൻ വേണ്ടി റോഡിലൂടെ ഓടാണ്. അങ്ങനെ ഓടി ഓടി അവസാനം ഒരു പബ്ലിക് ടോയ്ലറ്റ് ഉണ്ട്, അതിനകത്തേക്ക് കയറും. അങ്ങനെ അതിനകത്തേക്ക് കയറിയിട്ട് അവൾ പേടിച്ച് ഒരു ടോയ്ലറ്റിനുള്ളിലേക്ക് കയറി ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ അവളെ ഫോളോ ചെയ്ത് വരുന്ന ആ ഒരാളുണ്ടല്ലോ, കയ്യിലൊരു കത്തിയും വെച്ചിട്ട് അവളെ അന്വേഷിച്ച് ആ ഒരു ടോയ്ലറ്റിനകത്തേക്ക് കയറുന്നു. എന്നിട്ട് ഓരോ റൂമിന്റെ മുന്നിലൂടെ നടന്ന് വരികയാണ്. എന്നിട്ട് ഓരോ ഡോറും തുറന്നു നോക്കുമ്പോൾ അതിലൊന്നും അവളെ കാണുന്നില്ല. അതുപോലെ അവളുടെ അടുത്തേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന അവളാണെങ്കിൽ പേടിച്ചിരിക്കുമ്പോഴത്തേക്കും അവളുടെ അടുത്തുള്ള ആ ഒരു മുറിക്കടുത്തേക്ക് വന്ന് ആ ഡോറിങ് തുറക്കുമ്പോൾ അവളെ അവിടെ കാണുന്നില്ല. വേറൊന്നുമില്ല, ആ പെണ്ണ് മറ്റൊരു വശത്തോടെ രക്ഷപ്പെട്ട് വെളിയിലേക്ക് വന്നു. അങ്ങനെ വെളിയിലേക്ക് വന്ന ആ പെണ്ണ് ഒരു കാർ വെളിയിൽ കിടക്കുന്ന ആടും ഓടി വന്നിട്ട് ആ കാറ് തുറക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ അതിന്റെ കീ ഉണ്ടല്ലോ, അത് കാറിനുള്ളിലാണ് ഇരിക്കുന്നത്. അങ്ങനെ കൈ കൊണ്ട് 2-3 തവണ ആ ഒരു ഗ്ലാസ്സിലേക്ക് ഇടിക്കും. അപ്പോഴേക്കും ആ ഒരു കൊലയാളി വെളിയിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇത് കണ്ട് അവള് പെട്ടെന്ന് തന്നെ ആ ഒരു ഗ്ലാസ് ഇടിച്ച് പൊട്ടിച്ച് ഡോർ തുറന്ന് കാറിനകത്തേക്ക് കയറും. എന്നിട്ട് കാർ സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അതിപ്പോൾ നല്ലതുപോലെ സ്റ്റാർട്ട് ആവുന്നില്ല. അങ്ങനെ കുറേ നേരം ട്രൈ ചെയ്ത് അവസാനം കാർ സ്റ്റാർട്ട് ചെയ്യും. എന്നിട്ട് നോക്കുമ്പോഴാണ് ആ കൊലയാളിയെ എവിടെയും കാണുന്നില്ല. അവള് തിരിഞ്ഞെല്ലാം നോക്കുന്നുണ്ട്. പെട്ടെന്ന് ഇവള് കാർ മുന്നിലേക്ക് എടുക്കാൻ ശ്രമിക്കുമ്പോഴത്തേക്കാണ് കാർ അനങ്ങുന്നില്ല. വേറൊന്നുമല്ല, ആ കൊലയാളി തന്റെ ഒരു വെള്ള ട്രക്ക് ഉണ്ട്, അതിലേക്ക് കയറി എന്നിട്ട് അതിൽ നിന്ന് ഒരു കമ്പി വലിച്ച് ഈ കാറിലേക്ക് കയറ്റി അത് വലിച്ചിങ്ങനെ അടുപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇവൾക്ക് കാർ അനക്കാനും കഴിയത്തില്ല. അങ്ങനെ വേറെ വഴിയില്ലാതെ തന്റെ കാറിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങിയിട്ട് അവൾ ഈ റോഡിലേക്ക് ഓടും. അതുമല്ല, വെളിയിലാണെങ്കിൽ നല്ല ഇരുട്ടുകൊണ്ട് സഹായം ചോദിച്ചിങ്ങനെ ഓടുന്ന സമയത്ത് പെട്ടെന്ന് റോഡിലൂടെ വന്നൊരു കാറ് അവളെ കാണാതെ ഇടിച്ചങ്ങ് തെറിപ്പിക്കുന്നതും അവൾ താഴെ വന്ന് വീഴുമ്പോൾ അങ്ങനെ അയാൾ വന്നിട്ട് ആ ഒരു പെണ്ണിനെ വിളിച്ചെഴുന്നേപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവൾക്ക് ബോധമില്ല. ഉടനെ തന്നെ ദൂരെ നിന്ന് പല ആളുകൾ ഓടി അടുത്തേക്ക് വന്നിട്ട് ഇപ്പൊ ആ പെണ്ണിനെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് അവർ കൊണ്ടുപോകുന്നു. അങ്ങനെ കൊണ്ടുപോകുമ്പോഴത്തേക്കാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇതാണ് നമ്മുടെ ഈ മൂവിയിലെ ഹീറോയിൻ. അങ്ങനെ ഉള്ളിലേക്ക് കൊണ്ടുപോകുമ്പോഴത്തേക്കും അവൾക്ക് പല കാര്യങ്ങളും ഇങ്ങനെ ഓർമ്മ വരുന്നുണ്ട്. പക്ഷെ അത് എന്താണെന്ന് വ്യക്തമായിട്ടും ഇപ്പോൾ നമുക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ അകത്തേക്ക് കൊണ്ടുപോയിട്ട് ഈ ചികിത്സയും കാര്യങ്ങളൊക്കെ അവൾക്ക് കൊടുക്കുന്നുണ്ട്. ആ സമയത്താണ് ഹോസ്പിറ്റലിനകത്തേക്ക് വേറൊരുത്തിന് ഓടി കയറി വരുന്നത്. എന്നിട്ട് റിസപ്ഷനിസ്റ്റും അതേപോലെ തന്നെ നേഴ്സായിട്ടുള്ള ലേഡിയോട്, എന്റെ പേര് റസൽ വില്യം എന്നാണ്, എന്റെ ഭാര്യയെ കാർ അടിച്ചു, എനിക്കൊരു കോൾ വന്നിരുന്നു, അവളുടെ പേര് ജെനിഫർ ആണ്, അവൾ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ ഓ ഇപ്പോൾ വന്നാണല്ലേ, അവരിപ്പോ ICUലാണെന്ന് പറയുന്നത്. ഇവൻ അതൊന്നും കേൾക്കാതെ പെട്ടെന്ന് അതിനകത്ത് ഈ ഓടിക്കയറും. അപ്പൊ ഇവര് പുറകെ പോകുന്നുണ്ടെങ്കിലും അവനെ പിടിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ റസൽ നേരെ അകത്തേക്ക് വന്ന് ഹീറോയിനെ നോക്കിയിട്ട് അവൻ നല്ലതുപോലെ വിഷമിക്കുന്നുണ്ട്. അതുമല്ല, അവനെ കാണുമ്പോൾ തന്നെ അവർ ആ ഒരു ഡോറ് അടയ്ക്കുന്നതും ഇവനിപ്പോ അകത്തേക്ക് കയറാൻ കഴിയാതെ വെളിയിൽ തന്നെ വെയിറ്റ് ചെയ്തിരിക്കും. അങ്ങനെ കുറേ നേരം അവൻ അവിടെ തന്നെ ഇരുന്ന് അത് കഴിഞ്ഞപ്പോൾ ആ നേഴ്സ് അവിടേക്ക് വരികയാണ്. അങ്ങനെ ആ നേഴ്സ് വന്നിട്ട് പറയും, ഓക്കെ നിങ്ങൾക്ക് എന്തായാലും ഇപ്പോൾ അവളെ കാണാം, ഓക്കെ ആണെന്ന് പറയുമ്പോൾ വില്യം നേരെ അകത്തേക്ക് കയറി പോവാണ്. അങ്ങനെ അവളുടെ അടുത്തേക്ക് ചെന്നിട്ട് അവളെ കുറച്ചു നേരം ഇങ്ങനെ നോക്കി, ഹേയ് ഇത് ഞാനാണ്, എന്തായാലും നിന്നെ വിട്ട് ഞാൻ പോകാൻ പോകുന്നില്ല, നീ പേടിക്കണ്ട, ഞാൻ ഇവിടെ തന്നെ ഉണ്ടെന്നെല്ലാം അവൻ പറയുന്നുണ്ട്. അവൾക്കത് കേൾക്കാൻ കഴിയുന്നില്ല, അവൾ ബോധമില്ലാതെ കിടക്കാണ്. അതേസമയം ഇവിടെ മറ്റൊരിടത്ത് കാണിക്കുമ്പോൾ ഡിക്റ്റേറ്റീവ് ആയിട്ടുള്ള ഫ്രാങ്ക് ഒരു പാവ വാങ്ങിക്കാനായിട്ട് നിൽക്കാണ്. അപ്പോൾ മറ്റൊരു സ്ത്രീ അടുത്തേക്ക് വരുന്നതും ആ കുഞ്ഞിനെ നോക്കിയിട്ട് എത്ര വയസ്സായെന്ന് ചോദിക്കുമ്പോൾ 3 വയസ്സായെന്ന് പറയും. പെട്ടെന്ന് വളരുവാണല്ലേ എന്നെല്ലാം പറഞ്ഞിട്ടാണ് ഫ്രാങ്ക് എന്റെ മകളുടെ ജന്മദിനമാണ് എന്നും പറഞ്ഞ് മറ്റൊരു കരടി കൂടി വാങ്ങുന്ന സമയത്ത് അവനൊരു ഫോൺ കോൾ വരുന്നു. അങ്ങനെ ഫ്രാങ്ക് നേരെ ആ കോൾ വന്ന സ്ഥലത്തേക്ക് വരുന്നതും ഈ ആക്സിഡന്റ് നടന്നല്ലോ അതേ സ്ഥലത്താണ് ഫ്രാങ്ക് വരുന്നത്. അങ്ങനെ അവിടെ വന്ന് പരിശോധിച്ച് അത് കഴിഞ്ഞ് നേരെ പോകുന്നത് ഹോസ്പിറ്റലിലേക്ക്. അവിടെ ചെല്ലുമ്പോൾ വില്യം അവിടെ വെളിയിലിരിപ്പുണ്ട്. അപ്പോൾ വില്യമിനോട് കാര്യങ്ങൾ ചോദിക്കും. അവിടെ വെച്ചാണ് നമ്മുടെ ഹീറോയിന്റെ പേര് വില്യം പറയുന്നത്, ജെനിഫർ. അങ്ങനെ വില്യമിനോട് കാര്യങ്ങൾ ചോദിക്കും, അല്ല ഇന്നലെ എപ്പോഴാണ് നീ അവളെ അവസാനമായിട്ട് കണ്ടതെന്ന് ചോദിക്കുമ്പോൾ അവൾക്ക് പാചകം ചെയ്യാനായിട്ട് സാധനങ്ങൾ വാങ്ങിക്കാനായിട്ടാണ് വെളിയിൽ വന്നത്. 1 മണിക്കൂറോളം ഞാൻ അവളെ കാത്തിരുന്നു, പക്ഷെ അവൾ തിരിച്ചു വരാത്തത് കൊണ്ട് തന്നെ അവൾ വിളിച്ചു നോക്കുമ്പോൾ ഫോൺ എടുത്തില്ല. അങ്ങനെ ഞാൻ അത് ഷോപ്പിലേക്ക് വിളിച്ചു, അവിടെയും അവൾ വന്നിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഇവിടേക്ക് വരുന്നത്. ഇവിടെ വെച്ചാണ് ഈ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഫ്രാങ്ക് ചോദിക്കും, നീയും ജെനിഫറും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എന്ത് പറ്റി സാർ അങ്ങനെ ചോദിക്കാനായിട്ട്? ഇല്ല, കയ്യിലെ ID കാര്യങ്ങളൊന്നും വെക്കാതെ ഇവിടെ സാധനം വാങ്ങാൻ വന്നു, അതുകൊണ്ട് ചോദിച്ചാണെന്ന് പറയുമ്പോൾ ഇല്ല സാർ, ഞങ്ങൾ രണ്ടുപേരും വിവാഹം കഴിഞ്ഞിട്ട് ഒരു മലയുടെ മുകളിലുള്ള വീട്ടിലാണ് ഞങ്ങൾ താമസിക്കുന്നത്, അതുകൊണ്ട് ഞങ്ങൾ തമ്മിൽ വേറെ പ്രശ്നമൊന്നുമില്ല എന്ന് പറയുമ്പോൾ ഫ്രാങ്ക് ചോദിക്കും, അല്ല നിങ്ങളുടെ ഭാര്യ കടയിലേക്ക് വരുമ്പോഴത്തേക്കും അവരുടെ കാർ യൂസ് ചെയ്തിരുന്നു ചോദിക്കുമ്പോൾ അതെ യൂസ് ചെയ്തിരുന്നു, എന്ത് പറ്റി? ഇല്ല, ആ കാർ ഇപ്പോൾ കാണാനില്ല എന്ന് പറയും. അതുകൊണ്ട് കാർ ഞങ്ങൾ എന്തായാലും കണ്ടുപിടിക്കാം, പിന്നെ നിങ്ങളുടെ ഭാര്യയോട് എന്തായാലും ഞങ്ങൾക്ക് സംസാരിക്കണം, എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞ് ഫ്രാങ്ക് അവിടെ നിന്ന് പോവാണ്. അങ്ങനെ അത് കഴിഞ്ഞ് ഫ്രാങ്ക് നേരെ വീട്ടിലേക്ക് വന്നിട്ട് താൻ വാങ്ങിയ ആ ഒരു ഗിഫ്റ്റ് ഉണ്ടല്ലോ പാവ, അതെടുത്ത് ഒരു ബോക്സിൽ വെച്ച് ഇങ്ങനെ പൊതിയുന്നുണ്ട്.
അപ്പൊ തന്റെ മകൾക്ക് കൊടുക്കാനായിട്ട് വാങ്ങിക്കൊണ്ടു വന്നിട്ട് അതിപ്പോ എന്തിനാ പൊതിയുന്നത് എന്നാലോചിക്കുമ്പോഴാണ് ഫ്രാങ്കിന്റെ മകള് അവൾക്ക് 10 വയസ്സുള്ളപ്പോൾ ആരും ഒരാൾ അവളെ തട്ടിക്കൊണ്ടുപോയി. അതിനുശേഷം ഇതുവരെയും അവളെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ തന്റെ മകളുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് അവളുടെ എല്ലാ ജന്മദിനത്തിനും ഫ്രാങ്ക് പാവയെ വാങ്ങുന്നതും എന്നിട്ട് ഗിഫ്റ്റ് ബോക്സ് ആയിട്ട് കെട്ടി അത് ഈ റൂമിനകത്ത് തന്നെ വെക്കും. ഇപ്പൊ തന്റെ മകളെ ഓർത്ത് അവൻ ഒരുപാട് കരയുന്നുണ്ട്. ഒരു പോലീസുകാരനായിട്ട് പോലും തന്റെ മകളെ രക്ഷിക്കാനായിട്ട് കഴിഞ്ഞില്ല എന്നുള്ളൊരു കുറ്റബോധമുണ്ട്. അതേസമയം ഇവിടെ ഹോസ്പിറ്റലിൽ കാണിക്കുമ്പോൾ വില്യമിനെ ആ ഒരു നേഴ്സ് വന്ന് കണ്ടിട്ട് വില്യം നിങ്ങളുടെ ഭാര്യ എഴുന്നേറ്റു എന്ന് പറയുന്നതും വില്യം നേരെ ഡോക്ടറുടെ അടുത്തേക്ക് ചെല്ലുമ്പോഴാണ് ഡോക്ടർ ഒരു കാര്യം പറയുന്നത്. നിങ്ങളുടെ ഭാര്യയ്ക്ക് ഇപ്പോൾ ഒരു ചെറിയ പ്രശ്നമുണ്ട്. എന്താ ഡോക്ടർ? വേറെ ഒന്നുമല്ല, ഈ ആക്സിഡന്റ് പറ്റിയതിൽ അവളുടെ ഓർമ്മയെല്ലാം നഷ്ടപ്പെട്ടു. അത് പതിയെ പതിയെ മാത്രമേ ഇനി തിരിച്ചു വരത്തുള്ളൂ. അവൾ ആരാണ്, അവളുടെ കുടുംബം എന്താണ്, ഒരു കാര്യങ്ങൾ അവൾക്ക് ഇപ്പോൾ ഓർമ്മയില്ല. അത് നിങ്ങൾ നോക്കണമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ വില്യമിനെ അകത്തേക്ക് കൊണ്ടുവന്നിട്ട് ജെനിഫർ നിങ്ങളുടെ ഭർത്താവാണെന്ന് പറഞ്ഞ് വില്യമിനെ കാണിച്ചു കൊടുക്കുന്നതും അവൾക്ക് മനസ്സിലാവുന്നില്ല. കാരണം അവളുടെ ഓർമ്മ പോയല്ലോ. അങ്ങനെ അകത്തേക്ക് വന്നിരുന്നിട്ടാണ് അവൾ ചോദിക്കും എനിക്ക് എന്താ പറ്റിയ, ഞാൻ എങ്ങനെ ഇവിടെ വന്നതെന്ന് ചോദിക്കുമ്പോൾ നിനക്ക് ഇതുപോലെ ഒരു ആക്സിഡന്റ് സംഭവിച്ചു, നിന്റെ ഓർമ്മയെല്ലാം നഷ്ടപ്പെട്ടു. അല്ല ജെനിഫർ, ഞാൻ ആരാണെന്ന് നിനക്കറിയോ? എന്നെ ഓർമ്മയുണ്ടെന്ന് ചോദിക്കുമ്പോൾ അവൾക്ക് അറിയില്ല എന്ന് പറയും. അപ്പൊ അവൻ അടുത്തേക്ക് വന്നിരുന്നിട്ട് നീ പേടിക്കേണ്ട ആവശ്യമില്ല, ഡോക്ടർ പറഞ്ഞു ഇത് പതിയെ പതിയെ ശരിയാവും, നമുക്ക് രണ്ടുപേർക്കും ഇത് ഒരുമിച്ച് ശരിയാക്കാം എന്ന് പറയുമ്പോൾ അവന്റെ കയ്യിൽ ആ ഒരു റിങ് കിടക്കുന്ന അവൾ കാണുന്നുണ്ട്. അതുപോലെ അവന്റെ പേരറിയത്തത് കൊണ്ട് തന്നെ പേര് ചോദിക്കുമ്പോൾ അവന്റെ പേര് റസൽ വില്യം എന്ന് പറഞ്ഞു കൊടുക്കും. അതേസമയം ഇവിടെ സ്റ്റേഷനിൽ ഫ്രാങ്ക് ജെനിഫറിനെ കാറടിച്ച് തെറിപ്പിച്ചല്ലോ, അയാളെ വിളിച്ചിരുത്തി ചോദ്യം ചെയ്യാണ്. അപ്പൊ അയാൾ പറയും സാർ രാത്രി നല്ല ഇരുട്ടായിരുന്നു, ഈ സ്ത്രീ പെട്ടെന്ന് റോഡിലേക്ക് വന്ന കാര്യം ഞാൻ കണ്ടില്ല, അല്ലാതെ ഞാൻ മനഃപൂർവ്വം ഇടിച്ചതല്ല എന്നല്ല അയാൾ പറയുന്നുണ്ട്. അപ്പോൾ ഫ്രാങ്ക് ചോദിക്കും ശരി അതൊക്കെ പോട്ടെ, നിങ്ങൾ ആ വശത്ത് വേറെ ആരെങ്കിലും കണ്ടിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, ആക്സിഡന്റ് സംഭവിച്ചതിന് ശേഷം 1-2 പേര് വന്നു, അല്ലാതെ വേറെ ഒന്നും കണ്ടില്ല. അല്ല അവിടെ ഒരു കാർ കണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല സാർ അത് ഞാൻ ശ്രദ്ധിച്ചില്ല, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, വേറെ എന്തെങ്കിലും കണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അയാൾ ആലോചിച്ചിട്ടാണ് പറയുന്നത് അതെ ഒരു വെള്ള ട്രക്ക് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഒരു വെള്ള ട്രക്ക് അവിടെ ഉണ്ടാകുന്നുള്ള കാര്യം ഫ്രാങ്കിന് മനസ്സിലായി. അങ്ങനെ ഫ്രാങ്കിന്റെ സീനിയറിനോട് ഇതുപോലെ ഒരു വെള്ള ട്രക്ക് അവിടെ ഉണ്ട്, ആ ട്രക്കിലെ ആളായിരിക്കും ജെനിഫറിന്റെ കാർ അവിടെ നിന്ന് മോഷിച്ചുകൊണ്ട് പോയത്, അതെന്തായാലും കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ സാക്ഷികളിൽ ഒരാള് ഫ്രാങ്കിനെ കാണാനായിട്ട് വരുന്നു. അതൊരു താടിക്കാരൻ. അത് കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിലെ ജെനിഫറിനോട് കൂടുതൽ കാര്യങ്ങൾ അവരെ പറഞ്ഞു കൊടുക്കാണ്. ഇപ്പൊ ഇവര് രണ്ടുപേരും ഒരേ ഓഫീസിലാണ് വർക്ക് ചെയ്തതെന്നും അവൾ അക്കൗണ്ടന്റ് ആയിട്ടും അവൻ മറ്റൊരു സെക്ഷനിലും, എന്നിട്ട് ഇവരുടെ ഓഫീസിൽ വെച്ചെടുത്ത ഫോട്ടോസ് ഉണ്ടല്ലോ അതെല്ലാം അവൾക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ അവൾക്ക് പോകാൻ ഇഷ്ടപ്പെട്ട സ്ഥലങ്ങള്, ഇഷ്ടപ്പെട്ട ഫുഡ്, ഇങ്ങനെ ഓരോ കാര്യങ്ങളായിട്ട് അവളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇതെല്ലാം കേൾക്കുമ്പോൾ ജെനിഫറിന് അവനോട് കുറച്ച് ഇഷ്ടം തോന്നുന്നുണ്ട്. എന്താന്ന് വെച്ചാൽ അവനോട് കുറച്ച് കംഫർട്ടായിട്ട് അവൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ അതെല്ലാം കേട്ട് സന്തോഷിച്ചിട്ടാണ് ജെനിഫർ ഇപ്പോൾ ചോദിക്കുന്നത് അല്ല എന്റെ അച്ഛനും അമ്മയും ഈ കാര്യം അറിഞ്ഞിട്ട് വന്നില്ലേ ചോദിക്കുമ്പോൾ അവിടെയാണ് അവരൊരു കാര്യം പറയുന്നത് സോറി നിന്റെ അച്ഛനും അമ്മയും മരിച്ചിട്ട് 1 വർഷം കഴിഞ്ഞു. അതെ ഒരു തീപിടുത്തം ഉണ്ടായിട്ടാണ് അവരതിൽ മരണപ്പെട്ടത്. ഇത് കേൾക്കുമ്പോൾ ജെനിഫർ കുറച്ചു നേരം എനിക്കൊന്ന് ഒറ്റയ്ക്കിരിക്കണമെന്ന് പറഞ്ഞിട്ട് അവൻ ഈ റൂമിൽ നിന്ന് വെളിയിലേക്ക് പറഞ്ഞു വിടുന്നു. അങ്ങനെ രാത്രിയാകുമ്പോൾ ഈ ആശുപത്രിയിലേക്ക് ഡിറ്റക്റ്റീവ് ഫ്രാങ്കിനെ കാണാനായിട്ട് ഒരു സാക്ഷി എന്നല്ലോ അയാള് ഒരു ബൊക്കയും വാങ്ങി ഇതിനകത്തേക്ക് വരികയാണ്. എന്നിട്ട് ആ ഒരു നേഴ്സിനോട് ജെനിഫർ എന്ന് പറഞ്ഞ ലേഡി ആക്സിഡന്റ് ആയിട്ട് 2 ദിവസം മുന്നേ ഇവിടെ വന്നിരുന്നല്ലോ, അവരെ കാണാനാണ് വന്നതെന്ന് പറയുമ്പോൾ സോറി സാർ ഇപ്പോൾ അവരുടെ ഭർത്താവായിട്ടുള്ള വില്യമിന് മാത്രമേ അവളെ കാണാൻ കഴിയത്തുള്ളൂ എന്ന് പറയുന്നതും അവൻ പറയും ശരി ഇതങ്ങ് അവന്റെ കയ്യിൽ കൊടുത്താൽ മതി എന്ന് പറഞ്ഞ് അയാൾ അവിടെ നിന്ന് പോവാണ്. ഇയാൾ ആരാണെന്ന് നമുക്ക് ഇപ്പോഴും അറിയത്തില്ല. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അടുത്ത ഓരോ ദിവസങ്ങളിലും നമ്മുടെ ജെനിഫറിന് ഇപ്പോൾ ഭേദമായിട്ട് വരികയാണ്. വില്യമാണെങ്കിലോ അവളെ നല്ല രീതിയിൽ തന്നെ പരിചരിക്കുന്നുണ്ട്, അവൾക്ക് ഓരോ പുതിയ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നു. ഇങ്ങനെ പല രീതിയിലും അവളെ സഹായിച്ച് ജെനിഫർ ഇപ്പോൾ ഭേദമായി. അവളെ ഈ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുന്ന ഒരു അവസ്ഥയായി. അങ്ങനെ അവസാനമായിട്ടും അവിടെയുള്ള ഒരു പേപ്പറിൽ സൈൻ ചെയ്തിട്ട് അവർ പോകുമല്ലോ. ആ സമയത്ത് ആ നേഴ്സ് പറയുന്നുണ്ട് ജെനിഫർ പൂർണ്ണമായിട്ട് ഓർമ്മയില്ല തിരിച്ചു വരുമ്പോൾ ഇനിയുള്ള കാര്യങ്ങൾ നീ ശ്രദ്ധിക്കണം എന്നും പറഞ്ഞ് അവളിപ്പോൾ ജെനിഫർ വില്യം എന്നുള്ള ആ ഒരു സൈനും ചെയ്ത് ഇവർ രണ്ടുപേരും ആ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് വെളിയിലേക്ക് വരികയാണ്. അങ്ങനെ വില്യം തന്റെ കാറിലേക്ക് അവളെ കയറ്റിയിരുത്തിയിട്ട് ഇപ്പോൾ പോകാനായിട്ട് വരുമ്പോഴത്തേക്കും അവൾ ആ ഒരു കണ്ണാടിയിൽ നോക്കുമ്പോൾ ഇവക്ക് ആ ഒരു അപകടം സംഭവിക്കുന്ന സമയത്തുള്ള കാര്യങ്ങളുണ്ടല്ലോ അത് ഓർമ്മയിൽ വരുന്നുണ്ട്. അങ്ങനെ അവളെ സമാധാനിപ്പിച്ച് ഒരു കുഴപ്പമുണ്ടാകത്തില്ല എന്ന് പറഞ്ഞ് ഇപ്പൊ അവർ രണ്ടുപേരും ഇവർ താമസിക്കുന്ന ആ ഒരു മലയുടെ മുകളിലേക്കുള്ള വീടുണ്ടല്ലോ അവിടെയാണ് ഇവർ താമസിക്കുന്നതെന്നാണ് ഡിറ്റക്റ്റീവ് ഫ്രാങ്കിനോട് ഇവർ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ സ്ഥലത്തേക്ക് ഇവർ രണ്ടുപേരും പോവാണ്. അപ്പോൾ ഈ സിറ്റിയിൽ നിന്നും കാടിനുള്ളിലേക്കുള്ള ഒരു പ്രദേശമാണിത്. ഇനിയിപ്പോൾ ആ ഒരു കൊലയാളി വന്നിട്ട് ഇവരെ കൊല്ലാൻ ശ്രമിച്ചാലും പെട്ടെന്ന് പോലീസോ മറ്റാരെങ്കിലും അത് അറിയുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാടാണ്. അങ്ങനെയുള്ള സ്ഥലം. അങ്ങനെ രണ്ടുപേരും ആ വീട്ടിലേക്ക് വന്നിട്ട് ഇപ്പോൾ ജെനിഫറിനെ വീടിനകത്തേക്ക് കൊണ്ടുവരുന്നു. അത്രയും വലിയൊരു വീടാണ്, രണ്ടുപേർക്ക് താമസിക്കാനായിട്ട് ഇത് തന്നെ ധാരാളം. അകത്തേക്ക് ചെല്ലുമ്പോൾ ഇവരുടെ വിവാഹ ഫോട്ടോ എല്ലാം ഇരിപ്പുണ്ട്, ഫാമിലി ഫോട്ടോ, ഇതെല്ലാം അവിടെ തന്നെ ഉണ്ട്. അങ്ങനെ അതെല്ലാം കണ്ട് അവൾ പഴയ കാര്യങ്ങൾക്ക് ഓർത്തെടുത്ത് ഇപ്പോൾ അവിടെ നിന്ന് മറ്റൊരു മുറിയിലേക്ക് വരുമ്പോൾ വില്യം പറയും ഈ റൂം നിനക്ക് ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവൾ പെട്ടെന്ന് ആലോചിക്കുന്നത് അവളെ ആ ഒരു കില്ലർ കൊല്ലാൻ ശ്രമിച്ചല്ലോ ആ കാര്യങ്ങളാണ്. അത് കഴിഞ്ഞ് ജെനിഫറിനെ പല കാര്യങ്ങളും കാണിച്ചു കൊടുത്ത് ഇപ്പോൾ വീടിന്റെ ബാക്ക് യാർഡിലേക്ക് കൊണ്ടുവരും. അവിടെ വരുമ്പോഴും ജെനിഫറിന് ഇത് വിശ്വസിക്കാൻ കഴിയുന്നില്ല, ഇവരുടെ വീടാണോ ഇല്ലേന്ന്. അപ്പോൾ അവൻ പറയും അതെ നമ്മുടെ വീട് തന്നെയാണ്, പിന്നെ അയൽക്കാരുള്ളത് 1 കിലോമീറ്റർ അപ്പുറത്താണ്, വളരെ ശാന്തമായിരിക്കും, ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല.
നിനക്ക് പഴയ കാര്യങ്ങൾ എന്തെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ എന്ന് വീണ്ടും ചോദിക്കുമ്പോൾ അവളൊന്നും ഓർമ്മ വരുന്നില്ല എന്ന് പറയും. അങ്ങനെ വീണ്ടും ഇവരകത്തേക്ക് വന്നിട്ട് ജെനിഫർ ഇപ്പോൾ അവളുടെ കിടപ്പുമുറി ഏതാണെന്ന് ചോദിക്കുന്നതും അത് മുകളിലാണെന്ന് പറയും. അപ്പോൾ അവിടേക്ക് നടന്നു പോകാനായിട്ട് വരുമ്പോഴത്തേക്കും വില്യം അവളെ പൊക്കിയെടുത്ത് ഞാൻ നിന്നെ മുകളിലേക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞ് നേരെ മുകളിലത്തെ ആ ഒരു മുറിയിലേക്ക് കൊണ്ടുവരാണ്. അങ്ങനെ അവളെ അവിടേക്ക് കൊണ്ടുവന്ന് അവിടെ ഇരുത്തിയിട്ട് ഇപ്പൊ അവൻ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി നേരെ താഴേക്ക് പോകും. ഇപ്പോഴും നമ്മുടെ ജെനിഫറിന് പഴയ കാര്യങ്ങളൊന്നും ഓർമ്മ വരാത്തത് കൊണ്ട് തന്നെ അവൾ ആകെ ബ്ലാങ്ക് ആണ്. അങ്ങനെ താഴെ വന്നിട്ട് വില്യം ഇപ്പോൾ ഫുഡ് ഉണ്ടാക്കുന്ന സമയത്താണ് അവന്റെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നു. എടുത്ത് സംസാരിക്കുമ്പോൾ അത് നമ്മുടെ ഫ്രാങ്ക് ആണ്, ഡിക്റ്റേറ്റീവ് ഉണ്ടല്ലോ അയാള്. അപ്പോൾ വില്യം പതിയെ വെളിയിലേക്ക് ഇറങ്ങുന്നതും ജെനിഫർ മുകളിൽ നിന്നും അവൻ പറയുന്നത് എന്താണെന്ന് കേൾക്കാൻ വേണ്ടി ആ ഒരു ബാൽക്കണിയുടെ അടുത്തേക്ക് വരും. അപ്പോൾ അവൻ ഈ ഒരു ഫ്രാങ്കിനോട് സംസാരിക്കുമ്പോൾ ഫ്രാങ്ക് പറയുന്നത് ഇതുപോലെ നിങ്ങളുടെ ഭാര്യ ആക്സിഡന്റ് ആയി കിടന്ന ആ സ്ഥലത്ത് നിങ്ങളുടെ ഭാര്യയുടെ കാർ കാണാനില്ലായിരുന്നു, അത് എടുത്തുകൊണ്ട് പോയത് ഒരു വെള്ള ട്രക്കാണ് എന്നൊരു സാക്ഷി കണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ ജെനിഫറിനും എന്തെങ്കിലും കാര്യങ്ങൾ ഓർമ്മയുണ്ടാവും, അവൾ ഇന്ന് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരാൻ കഴിയും എന്ന് ചോദിക്കുമ്പോൾ വില്യം പറയും സോറി സാർ, ഞങ്ങൾ ഇപ്പോൾ വീട്ടിലേക്ക് വന്നതേ ഉള്ളൂ, പെട്ടെന്ന് അവിടേക്ക് വരാൻ കഴിയത്തില്ല എന്ന് പറയുമ്പോൾ വില്യം നിങ്ങൾ കുറച്ചുകൂടി സീരിയസ് ആയിട്ട് എടുക്കണം, നിങ്ങളുടെ ഭാര്യയുടെ കാറ് കാണാനില്ല, അതേപോലെ തന്നെ അവളെ ആരോ കൊല്ലാൻ ശ്രമിച്ചതാണ്, അതിനെപ്പറ്റി ചോദിക്കാനാണ്, നിങ്ങൾക്ക് കഴിയുമെന്നുണ്ടെങ്കിൽ അവൾ ഇവിടേക്ക് കൊണ്ടുവരണമെന്ന് പറയുമ്പോൾ വില്യം പറയും ഓക്കെ സാർ ഞാൻ ഏതായാലും കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഫോൺ അങ്ങ് കട്ട് ചെയ്യും. അപ്പോൾ ഇതെല്ലാം മുകളിൽ നിന്നിട്ട് നമ്മുടെ ജെനിഫർ കേട്ടിട്ട് അല്ല ആരാ വിളിച്ചതെന്ന് ചോദിക്കുമ്പോൾ അവിടെയാണ് ഒരു കള്ളാവും പറയുന്നത് അതെന്നെ ജോലിയിലേക്ക് തിരിച്ചു വിളിച്ചതാണ്, ഞാൻ അവരോട് പറഞ്ഞു അവളെ കൊണ്ട് ഇപ്പോൾ വീട്ടിലേക്ക് വന്നതേ ഉള്ളൂ, അതുകൊണ്ട് പെട്ടെന്ന് തിരിച്ചു വരാൻ കഴിയത്തില്ല എന്ന് ഞാൻ പറഞ്ഞു എന്ന് പറയും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇവർ രണ്ടുപേരും കഴിക്കാണ്ടിരിക്കുമ്പോഴാണ് ജെനിഫർ അവനോട് ചോദിക്കുന്നത് അല്ല ഞാൻ എന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടായിരുന്നു ചോദിക്കുമ്പോൾ നമ്മൾ ഇവിടേക്ക് താമസം മാറിയപ്പോൾ നീ നിന്റെ ജോലി ഉപേക്ഷിച്ചു, ഒരു പുതിയ കുടുംബം തുടങ്ങി കുട്ടികളായിട്ട് ജീവിക്കാനാണ് നമ്മൾ പ്ലാൻ ചെയ്തത് എന്ന് പറയുമ്പോഴത്തേക്കും ജെനിഫർ അപ്പോൾ ജോലിയില്ല, എനിക്കൊരു കുടുംബമില്ല, എൻ്റെ ഫ്രണ്ട്സിന്റെ കാര്യം എന്താണെന്ന് ചോദിക്കുമ്പോൾ അതെ നിനക്ക് ഫ്രണ്ട്സ് ഉണ്ട്, അവരെന്നെ കോൺടാക്ട് ചെയ്തിരുന്നു, പക്ഷേ പണ്ടുള്ളതുപോലെയല്ല, ഇപ്പോൾ നിന്റെ സുഹൃത്ത് നാൻസി എന്നെ വിളിച്ചിരുന്നു ഹോസ്പിറ്റലിൽ വെച്ചിട്ട്, അവൾ കാര്യങ്ങളൊക്കെ അറിഞ്ഞു, ബാക്കിയുള്ള സുഹൃത്തുക്കളോട് ഈ കാര്യം പറയാനായിട്ട് ഞാൻ അവളോട് പറഞ്ഞിരുന്നു എന്ന് പറയും. ഇത് കേൾക്കുന്ന ജെനിഫർ പറയും ശരി അങ്ങനെയാണെങ്കിൽ എനിക്ക് അവരെ വിളിക്കണമെന്ന് പറയുമ്പോൾ അതെ അത് നല്ലൊരു കാര്യമാണ് നീ വിളിക്കണം. അപ്പോൾ ജെനിഫർ ചോദിക്കും ശരി എൻ്റെ ഫോൺ കണ്ടുപിടിച്ചോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല നിന്റെ ഫോൺ ഇതുവരെ ഞാൻ കണ്ടുപിടിച്ചില്ല, നിനക്ക് വേണ്ടിയിട്ട് ഞാൻ പുതിയൊരു ഫോൺ വാങ്ങിത്തരാം. അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് അവളുടെ കൈ ഇങ്ങനെ കാണിക്കാൻ പറയും. എന്നിട്ട് അവനെ കൈ പിടിക്കുമ്പോൾ അവൾ ചോദിക്കും അല്ല നമ്മൾ സന്തോഷമായിട്ടല്ലേ ജീവിച്ചത്? അവൻ പറയും അതെ അപ്പോഴും നമ്മൾ സന്തോഷമാണ്, ഇപ്പോഴും നമ്മൾ നല്ല ഹാപ്പി ആയിട്ട് തന്നെയാണ് ജീവിക്കാൻ പോകുന്നത് എന്നും പറഞ്ഞ് അത് കഴിഞ്ഞ് രാത്രിയിൽ കാണിക്കുമ്പോൾ ആ ഒരു സാക്ഷി ഉണ്ടല്ലോ ഒരു താടിക്കാരൻ, അയാൾ ഇപ്പോൾ തിരിച്ചയാളുടെ വീട്ടിലേക്ക് പോവാണ്. അങ്ങനെ വീടിന് മുന്നിലേക്ക് കാർ കൊണ്ട് നിർത്തി വെളിയിലേക്ക് ഇറങ്ങുന്നതും ആ കണ്ണാടിയിൽ നോക്കുമ്പോൾ പുറകില് വില്യം നിൽക്കുന്നു. അയാളെ വീട്ടിലേക്ക് നടന്നു കയറുമ്പോഴത്തേക്കും വില്യം പുറകെ വന്നിട്ട് ഹേയ് സാർ നിങ്ങളെന്താ ജെനിഫറിനെ പറ്റി അന്വേഷിക്കുന്നേ? അപ്പൊ അയാൾ ചോദിക്കും എന്തു പറ്റി നിങ്ങൾ ആരാന്ന് ചോദിക്കുമ്പോൾ വില്യം പെട്ടെന്ന് ഞാൻ അവളുടെ ഭർത്താവാണെന്ന് പറഞ്ഞ് കയ്യിലുള്ള ഒരു കമ്പി എടുത്ത് അയാളെ അടിക്കാൻ തുടങ്ങും. എന്നിട്ട് എന്റെ ഭാര്യയുടെ പിറകെ ഇനി വരരുത് എന്നും പറഞ്ഞ് അയാളെ അടിക്കുമ്പോൾ അയാൾ പെട്ടെന്ന് അയാളുടെ കാറിന്റെ കീ എടുത്ത് ഇങ്ങനെ പ്രസ് ചെയ്യും. അപ്പൊ അതിലുള്ള ആ ഒരു ശബ്ദം ഇങ്ങനെ കേൾക്കുമ്പോഴത്തേക്കും അടുത്തുള്ള അയൽക്കാരെല്ലാം വരുന്നത് കണ്ടിട്ട് വില്യം അയാളെ വലിച്ച് ഈ വീടിനടുത്തേക്ക് കൊണ്ടുപോവാണ്. അയാൾ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ അടുത്തുള്ള വീട്ടിലെ സ്ത്രീ വെളിയിലേക്ക് ഇറങ്ങി വന്ന് ഈ ശബ്ദം എന്താണെന്ന് നോക്കുമ്പോഴത്തേക്കും അവർക്ക് ആരെ കാണാൻ കഴിയുന്നില്ല. കാണിക്കുമ്പോൾ വില്യം ആ താടിക്കാരനുണ്ടല്ലോ അയാളുടെ കഴുത്ത് ഞെരിച്ച് അവിടെ വെച്ച് തന്നെ അയാളെ കൊല്ലുകയും ചെയ്യുന്നു. അപ്പൊ ഈ സ്ത്രീ പെട്ടെന്ന് അകത്തേക്ക് കയറി പോയിട്ട് പോലീസിനെ വിളിക്കുന്നതും അയാളെ കൊന്നിട്ട് ആ ഒരാളുടെ ശരീരം വലിച്ചെടുത്ത് വേറെ ആരും കാണാതെ വില്യമിന്റെ വണ്ടിയുടെ പുറകിലിടും. എന്നിട്ട് അതും കൊണ്ട് നേരെ ഇവിടെ താമസിക്കുന്ന ആ ഒരു വീടുണ്ടല്ലോ അവിടേക്ക് തന്നെ വരികയാണ്. ജെനിഫർ ആണെങ്കിലോ ഇതൊന്നും അറിയാതെ കിടന്ന് ഉറങ്ങുന്നു. അങ്ങനെ വീട്ടിലേക്ക് വന്നിട്ട് വില്യം അവന്റെ ശരീരം വലിച്ച് താഴേക്കിട്ട് ഇവരുടെ പൂന്തോട്ടത്തിൽ തന്നെ ഒരു വരി കുഴിയെടുക്കും. അപ്പൊ ഈ ശബ്ദം കേട്ടിട്ടാണ് നമ്മുടെ ജെനിഫർ എഴുന്നേൽക്കുന്നത്. എന്നിട്ട് ജനാല വഴി പുറത്തേക്ക് നോക്കുമ്പോൾ അവൻ എന്താ ഒരു കുഴിയെടുത്ത് ഒരു കാര്യം മൂടുന്നത് പോലെയാണ് അവൾ കാണുന്നത്. പക്ഷേ ഈ താടിക്കാരനെയാണ് അവിടെ കൊന്ന് കുഴിച്ചു മൂടിയതെന്ന് അവൾക്ക് അറിയത്തില്ല. ഇത് കണ്ടവൾ ഞെട്ടുന്നുണ്ട്, ഈ രാത്രിയിൽ ഇവൻ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അടുത്ത ദിവസം തന്നെ ഇവർ എഴുന്നേൽക്കുമ്പോഴത്തേക്കും ജെനിഫർ ഫുഡ് കഴിക്കാനിരിക്കുകയാണ്. അപ്പോൾ വില്യം അവൾക്ക് ഇഷ്ടപ്പെട്ട ആഹാരങ്ങളെല്ലാം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവൾ ചോദിക്കും ഇന്നലെ രാത്രി നീ വെളിയിലിറങ്ങി പോയി എന്താണെന്ന് ചോദിക്കുമ്പോൾ ഉറങ്ങാൻ കഴിഞ്ഞില്ല, അതുകൊണ്ട് വെളിയിൽ പോയി നിന്നതാണെന്ന് പറയും. അതുമല്ല വില്യം പറയുന്നുണ്ട് ഞാനിപ്പോൾ ഷോപ്പിങ്ങിനായിട്ട് പോവാണ്, നിനക്ക് ഫോണല്ലാതെ വേറെ എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ലല്ല ഫോൺ മാത്രം മതി, കുഴപ്പമൊന്നും ഇല്ല എന്ന് പറയുന്നതും അവൻ ഇന്നലെ രാത്രി അവിടെ പോയി ചെയ്തത് എന്താണെന്ന് മാത്രം അവൾക്ക് മനസ്സിലാവുന്നില്ല. അവിടെ മണ്ണ് കൂടിക്കിടക്കുന്നത് അവൾ കാണുന്നുണ്ട്. അതേസമയം ഇവിടെ സ്റ്റേഷനിലെ ഫ്രാങ്ക് ഇപ്പോൾ അവിടെ നിന്ന് കിട്ടിയ ഒരു ടയറിന്റെ മാർക്കുകളുണ്ടല്ലോ അത് വെച്ചിട്ട് ഈ പ്രദേശത്ത് എത്ര പിക്കപ്പ് ട്രക്കുകളുണ്ട് അതും വെള്ള നിറത്തിലുള്ള എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറയും. എന്നിട്ട് വില്യമിനെ ഫ്രാങ്ക് വിളിക്കുന്നുണ്ട്. വിളിച്ചു നോക്കുമ്പോഴത്തേക്കും അവൻ ഫോൺ എടുക്കുന്നില്ല, പകരം ഒരു വോയിസ് മെസ്സേജ് അയക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഫോൺ അവിടെ വെച്ചിട്ട് ഫ്രാങ്ക് ഇപ്പോൾ റസൽ വില്യം എന്നുള്ള ആ ഒരു പേര് ഇവരുടെ സിസ്റ്റത്തിൽ സെർച്ച് ചെയ്ത് നോക്കും. അങ്ങനെ ഒരാളുണ്ടോ അയാളെ പറ്റിയുള്ള ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ അത് നോ റെക്കോർഡ് എന്ന് പറഞ്ഞിട്ടാണ് കാണിക്കുന്നത്. അപ്പോഴും തന്നെ ഫ്രാങ്കിന് എന്തോ ഒരു സംശയം തോന്നിയിട്ട് അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് അവന്റെ അസിസ്റ്റന്റിനോട് ഓക്കെ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണമെന്നും പറഞ്ഞിട്ട് ഫ്രാങ്ക് നേരെ ഒരു ലേഡിയെ വിളിച്ചിട്ട് ഇതുപോലെ റസലിനെ പറ്റിയുള്ള കാര്യങ്ങൾ ചോദിക്കും. അതും ചോദിച്ചവൻ നേരെ പോകുന്നത് എവിടെയെന്ന് വെച്ചാൽ ആ ഹോസ്പിറ്റലിലേക്കാണ്. അവിടെ ചെന്ന് അവിടെ ഒരു നേഴ്സ് ഉണ്ടല്ലോ അവരോട് ചോദിക്കും വില്യമിനെ കോൺടാക്ട് ചെയ്യാനായിട്ടുള്ള എന്തെങ്കിലും വിവരങ്ങൾ നിങ്ങളുടെ കയ്യിലുണ്ടോ, അവരുടെ അഡ്രസ്സോ മറ്റു കാര്യങ്ങളോ.
അതൊക്കെ ഇന്ന് എനിക്ക് തരാൻ പറയുമ്പോൾ ആ നേഴ്സ് ഇപ്പോൾ ഫ്രാങ്കിനോട് തിരിച്ചു പറയുന്നുണ്ട്, സാർ നിങ്ങൾ എന്തായാലും ജെനിഫറിനെ വിളിക്കുവാണെങ്കിൽ അവളോട് ഒരു അപ്പോയിൻമെന്റ് ഉണ്ട്, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇവിടെ ചികിത്സയ്ക്ക് വേണ്ടി വരാൻ പറയണം. ഞാൻ എത്ര ശ്രമിച്ചിട്ടും അവരെ വിളിക്കാൻ കഴിയുന്നില്ല എന്നും പറഞ്ഞ് അവർ രണ്ടുപേരുടെയും അഡ്രസ്സും കാര്യങ്ങളെല്ലാം നമ്മുടെ ഫ്രാങ്കിന് കൊടുക്കും. അപ്പോൾ ഫ്രാങ്ക് ആ നേഴ്സിനോട് ചോദിക്കും, ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, വില്യം എപ്പോഴെങ്കിലും ഒരു വെളുത്ത പിക്കപ്പ് ട്രക്കിനെ പറ്റി എന്ന് ചോദിക്കുമ്പോൾ ഇല്ല അങ്ങനെയൊന്നും പറഞ്ഞില്ല എന്ന് പറയും. അങ്ങനെ ആ നേഴ്സിനോട് ബായ് പറഞ്ഞിട്ട് വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ ഈ ഹോസ്പിറ്റലിന് വെളിയിലായിട്ട് ഒരു വലിയ ക്യാമറ വെച്ചിട്ടുണ്ട്. ഓക്കെ, എന്തായാലും ആ ക്യാമറയിൽ വില്യം വന്ന ഒരു വണ്ടിയുടെ ഫോട്ടോയും അല്ലെങ്കിൽ വില്യം ഇവിടേക്ക് വന്ന ആ കാര്യം ബാക്കി ഡീറ്റെയിൽസ് എല്ലാം അറിയാൻ കഴിയുമല്ലോ. അത് നോക്കിയിട്ട് ഫ്രാങ്ക് അവിടെ നിന്ന് പോകുന്നു. ഇവിടെ ജെനിഫറിനെ കാണിക്കുമ്പോൾ ജെനിഫർ തന്റെ കുട്ടിക്കാലത്തുള്ള ഫോട്ടോയും കാര്യങ്ങളെല്ലാം പരിശോധിക്കുകയാണ്. അങ്ങനെ ആ ആൽബം മുഴുവനായിട്ട് നോക്കുമ്പോഴത്തേക്കും അവളുടെ കുട്ടിക്കാലത്തുള്ള ഫോട്ടോസ്, അതേപോലെ തന്നെ വില്യമായിട്ട് അവൾ നിൽക്കുന്ന ഫോട്ടോ, ഇവരുടെ കല്യാണ ഫോട്ടോസ്, ഇതെല്ലാം ആൽബത്തിലുണ്ട്. അതെല്ലാം അവൾ നോക്കുന്നു. അതുമല്ല അവരുടെ കല്യാണം നടക്കുമ്പോഴത്തേക്ക് സംഭവിച്ച ആ ഒരു കാര്യങ്ങളെല്ലാം അവൾ ആലോചിച്ച് നോക്കുന്നുണ്ട്. പക്ഷെ അവിടെയാണ് ചെറിയൊരു ടെസ്റ്റ്. അവൾ ആൽബത്തിൽ നോക്കുമ്പോഴത്തേക്കും ഇവർ രണ്ടുപേരും എടുത്ത ആ ഒരു ഫോട്ടോയിൽ അതിന് പുറകിലായിട്ടൊരു മിററുണ്ട്. ആ മിററിലെ വില്യമിന്റെ തലമുടി കറുത്തിരിക്കുകയാണ്. ഇതെങ്ങനെ പോസിബിൾ ആവും എന്ന് അവൾ ചിന്തിച്ചിട്ട് പതിയെ വെളിയിലേക്ക് വരും. അതുമല്ല മുകളിലത്തെ മുറി ആയതുകൊണ്ട് തന്നെ ഈ സ്റ്റെപ്പ് ഇറങ്ങി വേണം താഴേക്ക് പോകാനായിട്ട്. എന്തായാലും താഴേക്ക് പോകാന്ന് പറഞ്ഞിട്ട് അവൾ വീൽ ചെയർ തള്ളി ആ സ്റ്റെപ്പിന് മുകളിലേക്ക് വന്നിട്ട് ഇപ്പൊ തന്റെ കയ്യിൽ വടിയുണ്ടല്ലോ അതും കുത്തി പതിയെ പതിയെ താഴേക്ക് ഇറങ്ങാണ്. നല്ല വേദനയുണ്ട് ഒരു കാലില്. എന്നിരുന്നാലും വേദനയെല്ലാം സഹിച്ച് താഴേക്ക് ഇറങ്ങി വന്നിട്ട് ഇവിടെ ആ ഒരു കല്യാണ ഫോട്ടോ ഉണ്ടല്ലോ അതെടുത്ത് നോക്കും. അതിലും അവന്റെ മുടി ചെമ്പിച്ച് തന്നെയാണ് ഇരിക്കുന്നത്, കറുത്ത നിറമല്ല. അങ്ങനെ അവിടെ നിന്നും അടുത്തുള്ള ആ ഒരു മുറിക്കകത്തേക്ക് കയറി ചെല്ലും. അവിടെ വരുമ്പോൾ അവന്റെ ലാപ്ടോപ്പും കാര്യങ്ങളൊക്കെ അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ മേശയെല്ലാം തുറന്നു നോക്കുമ്പോഴത്തേക്ക് അതിനകത്തൊന്നും കാണുന്നില്ല. അങ്ങനെ ആ ലാപ്ടോപ്പ് തുറന്നിട്ട് അതിൽ പാസ്വേഡ് അടിക്കുമ്പോഴത്തേക്കും അവൾക്കിപ്പോൾ കറക്റ്റായിട്ടുള്ള പാസ്വേഡ് അറിയാത്തത് കൊണ്ട് തന്നെ അവൾ ഒന്ന് രണ്ട് തവണ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. പക്ഷെ അത് തുറക്കാനായിട്ട് കഴിയുന്നില്ല. ഇപ്പൊ ഈ ലാപ്ടോപ്പിലും റസൽ വില്യം എന്ന് തന്നെയാണ് പേരുള്ളത്. അങ്ങനെ കുറച്ചു നേരം അവിടെ ഇരിക്കുമ്പോൾ വെളിയിൽ പോയ വില്യം തിരിച്ചു വന്നു. അവൻ റൂമിലേക്ക് വരുന്ന ആ ശബ്ദം കേട്ട് പെട്ടെന്ന് അവളുടെ അടുത്തുള്ള കബോർഡിലേക്ക് വന്നിട്ട് ഇവിടെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ഇങ്ങനെ നോക്കുമ്പോഴത്തേക്ക് അവൻ ചോദിക്കും, ഹേയ് നീ എപ്പോഴും താഴെ ഇറങ്ങിയെന്ന് ചോദിക്കുമ്പോൾ ഇല്ല മുകളിൽ ഇരുന്നിട്ട് വെറുതെ ബോറടിച്ചു അതുകൊണ്ട് താഴെ ഇറങ്ങിയെന്ന് പറയും. അങ്ങനെ അവൻ അകത്തേക്ക് വന്നിട്ട് പറഞ്ഞതുപോലെ തന്നെ ഒരു പുതിയ ഫോൺ വാങ്ങി അവളുടെ കയ്യിൽ കൊടുക്കും. അങ്ങനെ അവൾ ഇത് ഓണാക്കി നോക്കുമ്പോൾ അതിൽ സിഗ്നൽ കിട്ടുന്നില്ല. അപ്പോൾ അവൻ പറയും, നമ്മൾ മലകളുടെ മുകളിലല്ലേ താമസിക്കുന്നത്, അതുകൊണ്ടാണ് എന്നും പറഞ്ഞിട്ട് അവൾ നേരെ മുകളിലത്തെ റൂമിലേക്ക് തന്നെ കൊണ്ടുപോവാണ്. ഇവിടെ ഡിറ്റക്റ്റീവ് ഫ്രാങ്കിനെ കാണിക്കുമ്പോൾ ഫ്രാങ്ക് ഇവരുടെ രണ്ടുപേരുടെ അഡ്രസ്സ് കണ്ടുപിടിച്ച് വന്നിരിക്കുകയാണല്ലോ. ഇപ്പോൾ വില്യമിന്റെ അഡ്രസ്സിലേക്കാണ് അവൻ വന്നിട്ടുള്ളത്. അങ്ങനെ ആ വീടിന്റെ അടുത്തേക്ക് നടന്നു വന്ന് ഡോറിൽ തട്ടുമ്പോഴത്തേക്കും ഒരു വയസ്സായുള്ള സ്ത്രീ വെളിയിലേക്ക് ഇറങ്ങി വരുന്നു. ഓക്കെ, ഇവിടെ റസൽ വില്യം എന്ന് പറഞ്ഞ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല ഞാനും എൻ്റെ ഭർത്താവ് മാത്രമേ ഉള്ളൂ. അപ്പോൾ റസൽ വില്യം, ജെനിഫർ, ഇങ്ങനെ ഒരു പേര് നിങ്ങൾ കേട്ടിട്ടില്ല? ഇല്ല. എന്തോ ഒരു ഡിറ്റക്റ്റീവ്, നിങ്ങൾക്ക് എന്തെങ്കിലും തെറ്റായിട്ടുള്ള വിലാസം കിട്ടിയതായിരിക്കും എന്ന് പറയുമ്പോൾ ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഫ്രാങ്ക് നേരെ കാറിലേക്ക് വന്നിരിക്കും. എന്നിട്ടാണ് അവന്റെ അസിസ്റ്റന്റിനെ വിളിച്ചിട്ട് റസൽ വില്യം നമുക്ക് തെറ്റായിട്ടുള്ളൊരു അഡ്രസ്സാണ് തന്നിട്ടുള്ളത്. പിന്നെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഹോസ്പിറ്റലിൽ ജെനിഫർ ഉണ്ടെന്നുള്ള കാര്യം ആരാണ് റസലിനെ വിളിച്ചു പറഞ്ഞത്? എങ്ങനെയാണ് അവൻ അവിടേക്ക് വന്നത് എന്ന് ചോദിക്കുമ്പോൾ സോറി സാർ, അതാരാണ് വിളിച്ചു പറഞ്ഞത്, അവൻ എങ്ങനെയാണ് ഇവിടെ എത്തിയെന്നുള്ള കാര്യമൊന്നും നമുക്ക് അറിയത്തില്ല എന്ന് പറയുന്നതും ഓക്കെ ബാക്കി ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞിട്ട് അങ്ങനെ അത് കഴിഞ്ഞിട്ട് രാത്രിയാവുന്നതും വില്യമും ജെനിഫറും ഉറങ്ങാനായിട്ട് പോവാണ്. അങ്ങനെ രണ്ടുപേരും മുകളിലേക്ക് വന്ന് ഉറങ്ങാനായിട്ട് കിടക്കുമ്പോൾ ഇവർ പഴയ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് ഇപ്പോൾ രണ്ടുപേരും കുറച്ച് റൊമാൻറ്റിക് ആയിട്ടിരിക്കും. അതിനു വേണ്ടിയിട്ട് ആദ്യം ഉമ്മ വെച്ച് തുടങ്ങി പതിയെ പതിയെ ഓരോ കാര്യങ്ങളിലായിട്ട് ഇങ്ങനെ തുടങ്ങുമ്പോഴത്തേക്കും ജെനിഫറിന് പഴയ ഒരു കാര്യം ഓർമ്മ വന്നിട്ട് അവൾ പെട്ടെന്ന് സോറി എനിക്കിപ്പോൾ എന്തായാലും കഴിയത്തില്ല, എനിക്ക് കുറച്ച് സമയം വേണമെന്ന് പറയുമ്പോൾ വില്യമിന് പെട്ടെന്ന് ദേഷ്യം വരുന്നു. അവൻ പറയും, നിനക്ക് വേണ്ടിയിട്ട് അത്രയും നേരം ഞാൻ ഹോസ്പിറ്റലിൽ ഇരുന്നു, ഉറക്കം പോലെ കഴിഞ്ഞ് 2-3 ദിവസമാണ് ഞാൻ നിനക്ക് വേണ്ടി അവിടെ ഇരുന്നത്, അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഇവിടെ വരുമ്പോൾ ഞാൻ നിന്റെ ഭർത്താവാണ്, ഇതാണ് എനിക്ക് കിട്ടുന്നതെന്ന് ചോദിച്ച് അവൻ ദേഷ്യപ്പെടുന്നു. അതുമല്ല അവളുടെ കയ്യിൽ മുറുകെ ഇങ്ങനെ പിടിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് കാണുമ്പോൾ ജെനിഫറിന് നല്ല പേടിയായി. അവൾ പറയും, സോറി എനിക്കിപ്പോൾ എന്തായാലും താല്പര്യമില്ല എന്ന് പറഞ്ഞ് അവളിപ്പോൾ അവനോടൊന്നും മിണ്ടാതെ അവിടെ തന്നെ കിടക്കും. അപ്പോൾ വില്യമാണെങ്കിലോ സോറി പറയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവൾ അത് കേൾക്കുന്നില്ല. അങ്ങനെ രണ്ടുപേരും കിടന്നുറങ്ങിയിട്ട് കുറച്ച് കഴിയുമ്പോൾ വില്യം ആ റൂമിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി പോവാണ്. എന്നിട്ട് അവന്റെ ആ ഒരു താഴത്തെ മുറിയുണ്ടല്ലോ അവിടേക്ക് പോയിരിക്കും. നോക്കുമ്പോഴത്തേക്കാണ് ജെനിഫറിന്റെ റൂമിൽ അവനൊരു ക്യാമറ വെച്ചിട്ടുണ്ട്. അവൾ എന്തൊക്കെയാണ് അവിടെ ചെയ്യുന്നതെന്ന് അവന് ആ ക്യാമറ വഴി കാണാൻ കഴിയും. ഇപ്പൊ അവൾ ഉറങ്ങുന്നുണ്ടോ ഇല്ലേന്ന് നോക്കുമ്പോഴത്തേക്കും അവള് പേടിച്ച് കിടന്ന് ഉറങ്ങാണ്. അതേസമയം ഇവിടെ ഡിറ്റക്റ്റീവ് ഫ്രാങ്ക് ജെനിഫറിന്റെ കേസ് എടുത്ത് ഇങ്ങനെ പരിശോധിക്കുമ്പോൾ ഒരു തുമ്പ് കിട്ടുന്നില്ല. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഇതിൽ ഒരേ ഒരു തെളിവായിട്ട് അല്ലെങ്കിൽ എല്ലാവരും പറയുന്ന ഒരു കാര്യമായിട്ട് വരുന്നത് ആ ഒരു വെളുത്ത പിക്കപ്പ് ട്രക്ക് ഉണ്ടല്ലോ അത് മാത്രമാണ്. അതിനെപ്പറ്റി ആലോചിച്ചിട്ടാണ് ഫ്രാങ്ക് ഇപ്പോൾ ആ നേഴ്സിനെ വിളിക്കും. നേഴ്സിനെ വിളിച്ചിട്ട് ഇതുപോലൊരു സഹായം ചെയ്യണം, നിങ്ങളുടെ ഹോസ്പിറ്റലിന് വെളിയിലായിട്ടൊരു ക്യാമറ ഉണ്ടല്ലോ അതും പാർക്കിംഗ് സ്ഥലത്തായിട്ട്, അതിന്റെ റെക്കോർഡുകളെല്ലാം എനിക്കൊന്ന് മെയിൽ ചെയ്യാൻ കഴിയുമോ എന്ന് ചോദിക്കുമ്പോൾ ആ നേഴ്സ് പറയും ഓക്കെ ചെയ്യാം, ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഓക്കെ ഡിറ്റക്റ്റീവ് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും സഹായം വേണമെന്ന് ചോദിക്കുമ്പോൾ ഫ്രാങ്ക് പറയും ഓക്കെ ഒരു സഹായം കൂടി, ജെനിഫർ വില്യമിന്റെ ഭാര്യയാണെന്ന് ഒരു ID കാണിക്കാതെ നിങ്ങൾ എങ്ങനെയാണ് മനസ്സിലാക്കിയെന്ന് ചോദിക്കുമ്പോൾ ആ നേഴ്സ് കുറച്ച് പേപ്പറുകൾ എടുത്ത് ഇങ്ങനെ നോക്കിയിട്ടാണ് പറയുന്നത് അതെ അവൻ ഇവിടെ കല്യാണ ഫോട്ടോസും അതേപോലെ തന്നെ ഫാമിലി ഫോട്ടോസും എല്ലാം ഡോക്ടറിനെ കാണിച്ചിട്ടാണ്
തന്റെ ഭാര്യയാണ് ജെനിഫർ എന്ന് പറഞ്ഞത്. അപ്പോൾ വില്യമിന്റെ ID മറ്റു കാര്യങ്ങളൊന്നും ഈ ഹോസ്പിറ്റലിലെ അവൻ കാണിച്ചിട്ടില്ലായിരുന്നു. അങ്ങനെ ഫ്രാങ്ക് ജെനിഫറിന് അപകടം പറ്റിയതിനു ശേഷം എടുത്ത ഫോട്ടോസ് എല്ലാം നോക്കുമ്പോഴത്തേക്കും അവളുടെ ദേഹത്ത് ഒരു ടാറ്റു അടിച്ചിട്ടുണ്ട്. അങ്ങനെ അത് നോക്കി അത് കഴിഞ്ഞ് ആ നേഴ്സ് CCTV ഫുട്ടേജ് ഉണ്ടല്ലോ അത് മെയിൽ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ആ ഫുട്ടേജ് എടുത്ത് തുറന്ന് നോക്കുമ്പോഴത്തേക്കാണ് ഒരു ട്വിസ്റ്റ്. നമ്മുടെ ഡിറ്റക്റ്റീവ് ഫ്രാങ്ക് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ആ വെള്ള പിക്കപ്പ് ട്രക്ക് ഉണ്ടല്ലോ അതിൽ നിന്ന് ഇറങ്ങി വരുന്നത് വേറെ ആരുമല്ല, വില്യം തന്നെയാണ്. അപ്പോൾ വേറെ ഒന്നുമല്ല, യഥാർത്ഥ കൊലയാളി അത് വില്യം തന്നെയാണ്. അങ്ങനെ അത് കഴിഞ്ഞ അടുത്ത ദിവസം വില്യം ഇപ്പോൾ ജെനിഫറിനോട് സോറി പറയാൻ വേണ്ടി കുറച്ച് പൂക്കളെല്ലാം വാങ്ങി അവളുടെ അടുത്തേക്ക് വരുമ്പോഴത്തേക്കും അവൾ മിണ്ടാതിരിക്കും. അപ്പോൾ വില്യം അവിടേക്ക് വന്നിട്ട്, സോറി ജെനിഫർ, ഇന്നലെ രാത്രി സംഭവിച്ചാല് ഞാൻ നിന്നെ ഒരുപാട് നാളായിട്ട് മിസ് ചെയ്തില്ലേ, അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് അങ്ങനെ തോന്നിയതാണ്. ഒരിക്കലും ഞാൻ അങ്ങനെ പറയരുതായിരുന്നു, നിനക്കൊന്നും സംഭവിക്കരുതെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നും പറഞ്ഞ് അവളോട് ക്ഷമയെല്ലാം പറയുന്നുണ്ട്. അതേ സമയം നമ്മുടെ ഫ്രാങ്ക് ആണെങ്കിലോ ജെനിഫറിന്റെ കയ്യിലൊരു ടാറ്റു കണ്ടല്ലോ അത് എവിടെ നിന്നാണ് അടിച്ചതെന്ന് മനസ്സിലാക്കിയിട്ട് ആ ഷോപ്പിലേക്ക് ചെല്ലും. എന്നിട്ട് ഈ ടാറ്റു എന്താണ്, ഇതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിക്കുമ്പോൾ അയാൾ ബുക്ക് എടുത്ത് പരിശോധിച്ചിട്ടാണ് ഇത് അലൻ എന്നുള്ള ഒരു വാക്കിനെ സൂചിപ്പിക്കുന്നതാണെന്ന് പറയും. അത് മനസ്സിലാക്കിയ നമ്മുടെ ഫ്രാങ്ക് ഇപ്പോൾ തിരിച്ച് കാറിൽ വരുമ്പോഴത്തേക്കും ജെനിഫർ അലൻ എന്നുള്ള പേര് ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കും. അപ്പോഴേക്കും ഒരു അഡ്രസ്സും കാര്യങ്ങളും കിട്ടുന്നുണ്ട്. ഉടനെ തന്നെ തന്റെ അസിസ്റ്റന്റിനെ വിളിച്ചിട്ട് ഞാൻ ഇതുപോലെ ജെനിഫറിന്റെ മാതാപിതാക്കളുടെ വീട്ടിലേക്ക് പോവാണ്, അവരുടെ അഡ്രസ്സ് എനിക്ക് കിട്ടിയിട്ടുണ്ടെന്നും പറഞ്ഞ് ഫ്രാങ്ക് നേരെ അവരുടെ വീട്ടിലേക്ക് പോകും. അങ്ങനെ അവിടെ ചെല്ലുമ്പോൾ ആ വീട്ടിലെ വെളിച്ചമൊക്കെ കാണുന്നുണ്ട്, പക്ഷെ വീടിനകത്ത് ആരും ഉള്ളതുപോലെ തോന്നുന്നില്ല. അങ്ങനെ ഫ്രാങ്ക് വെളിയിൽ വന്നിട്ട് ഹലോ അകത്ത് ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആരും പ്രതികരിക്കുന്നില്ല. അങ്ങനെ പതിയെ ഡോർ തള്ളി തുറക്കുമ്പോഴത്തേക്കും ഡോർ തുറന്നു വരുന്നുണ്ട്. അങ്ങനെ ഫ്രാങ്ക് തന്റെ തോക്കും എടുത്ത് വെച്ച് പതിയെ അകത്തേക്ക് നടന്നു പോവാണ്. ഹലോ ആരെങ്കിലും ഉണ്ടോ എന്നല്ല ചോദിച്ച് ഓരോ റൂമും നടന്നു ചെല്ലുമ്പോഴത്തേക്ക് ഒരു റൂമിൽ നല്ല സ്മെല്ലുണ്ട്. അങ്ങനെ ആ സ്മെല്ലുള്ള മുറിക്കകത്തേക്ക് വന്നിട്ട് ഡോർ തുറന്ന് അകത്തേക്ക് വന്ന് നോക്കുമ്പോൾ കട്ടിലെ രണ്ടുപേര് പുതച്ചു മൂടി ഇങ്ങനെ കിടക്കുന്നു. അടുത്തേക്ക് വന്ന ആ ഒരു ബെഡ്ഷീറ്റ് മാറ്റുന്നതും രണ്ട് അഴുകിയ ശരീരങ്ങളാണ് അവൻ കാണുന്നത്. ഇത് വേറെ ആരുടേതല്ല, ജെനിഫറിന്റെ അച്ഛന്റെയും അമ്മയുടേതാണ്. അതേസമയം ഇവിടെ ജെനിഫറിനെ കാണിക്കുമ്പോഴത്തേക്കാണ് അവളെ കൊല്ലാൻ വേണ്ടി ആ കൊലയാളി ഉണ്ടല്ലോ അത് വില്യമാണെന്ന് നമുക്കറിയാം. അങ്ങനെ വില്യം അവളെ കൊല്ലാനായിട്ട് വരുന്നതും അവളിപ്പോൾ ഒരിടത്ത് ഒളിച്ചിരിക്കുകയാണ്. അവസാനം അവളെ കണ്ടുപിടിച്ച് ആ ഒരു കത്തിയെടുത്ത് കുത്താനായിട്ട് വരുമ്പോൾ പെട്ടെന്ന് അവൾ ഞെട്ടി കണ്ണുറക്കാണ്. നോക്കുമ്പോൾ വില്യം അവിടെ നിന്ന് കുളിക്കുകയാണ്. അങ്ങനെ എഴുന്നേറ്റിട്ട് അവൻ കുളിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്ത് തന്നെ അവള് അവനോട് സംസാരിച്ച് ഒരു ലൈറ്റർ ഉണ്ടല്ലോ അത് അവൻ യൂസ് ചെയ്യുന്ന ആ ലൈറ്റർ എടുത്ത് നോക്കുന്നുണ്ട്. അതേപോലെ തന്നെ അവന്റെ പേഴ്സ് തുറന്ന് നോക്കുന്നുണ്ട്. എന്നിട്ട് അവനോട് പറയും നീ ഇന്ന് എവിടേക്കെങ്കിലും പോകണമെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും ഇല്ല നമുക്ക് സാധനങ്ങൾ വാങ്ങിക്കായിട്ട് പോകണം. അപ്പോൾ ജെനിഫർ പറയും ശരി അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ഡിന്നർ ഉണ്ടാക്കാം, അതിന് വേണ്ടിയിട്ട് വൈൻ മറ്റു കാര്യങ്ങളെല്ലാം വാങ്ങാൻ വേണ്ടി നീ പോകണമെന്ന് പറയും. അപ്പോൾ അവൻ പറയും ശരി ഞാനത് വാങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞ് പെട്ടെന്ന് ഡ്രസ്സെല്ലാം മാറി തിരിച്ചു വരുമ്പോൾ തന്നെ അവൾ ആ ലൈറ്ററും പേഴ്സും തിരിച്ച് അവൻ്റെ ഷർട്ടിൽ തന്നെ വെക്കും. അങ്ങനെ അവൻ വന്നിട്ട് ആ ഒരു ഷർട്ടും എടുത്ത് ഡോറും അടച്ച് അവൻ വെളിയിലേക്ക് പോകുന്നതും ജെനിഫർ തന്റെ കട്ടിലിനടുത്ത് നിൽക്കുകയാണ്. പെട്ടെന്ന് ലോക്ക് ചെയ്യുന്നൊരു ശബ്ദം കേട്ട് അവൾ ആ ഡോറിനടുത്തേക്ക് ചെല്ലുമ്പോഴാണ് അവൻ പോകുമ്പോൾ ആ ഡോറ് ലോക്ക് ചെയ്തിട്ടാണ് പോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവൾക്ക് വെളിയിലേക്ക് ഇറങ്ങാൻ കഴിയത്തില്ല. അങ്ങനെ അവിടെ നിന്ന് നടന്ന് അവൾ പതിയെ ആ ഒരു ജനാലയുടെ അടുത്തേക്ക് വരും. എന്നിട്ട് വെളിയിലേക്ക് നോക്കുമ്പോൾ വില്യം ഉണ്ടല്ലോ അവൻ വണ്ടിയെടുത്ത് വെളിയിലേക്ക് പോയി കഴിയുമ്പോഴത്തേക്കാണ് ഒരു കാര്യം, അവന്റെ പേഴ്സ് ജെനിഫർ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുമല്ല അവൻ പോയതിനു ശേഷം ആ ഒരു പേഴ്സ് എടുത്ത് നോക്കുമ്പോൾ അതിനകത്ത് അവളുടെ ID കാർഡ് ഉണ്ട്. അങ്ങനെ അതും എടുത്തിട്ട് ഒരു ഹെയർ ക്ലിപ്പുണ്ട് അതെടുത്ത് വെച്ച് ഈ ഒരു ഡോറിന്റെ ലോക്ക് എങ്ങനെയും തുറന്ന് അവൾ നേരെ വെളിയിലേക്ക് വന്ന് അവന്റെ ലാപ്ടോപ്പ് ഇരിക്കുന്ന സ്ഥലമുണ്ടല്ലോ അവിടേക്ക് വന്നിട്ട് ആ ലാപ്ടോപ്പ് തുറന്ന് ഇപ്പോൾ ലാപ്ടോപ്പ് പരിശോധിക്കുകയാണ്. അങ്ങനെ ജെനിഫർ അലൻ എന്ന് പറഞ്ഞ അവളുടെ യഥാർത്ഥ പേര് പാസ്വേഡ് ആയിട്ട് ടൈപ്പ് ചെയ്യുന്നതും ആ ലാപ്ടോപ്പ് ഓപ്പണായി. അതേസമയം നമ്മുടെ ഫ്രാങ്കിനെ കാണിക്കുമ്പോൾ അവനിപ്പോൾ ജെനിഫർ വർക്ക് ചെയ്യുന്ന ആ ഒരു ഓഫീസിലേക്ക് വന്നു. അങ്ങനെ ജെനിഫറിനെ പറ്റിയും അതേപോലെ തന്നെ വില്യമിനെ പറ്റിയും അവിടെയുള്ള മാനേജറിനോട് കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ അയാൾ അവർ രണ്ടുപേരും ഇവിടെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്, നല്ലപോലെ വർക്ക് ചെയ്യുന്നവരാണ് എന്നെല്ലാം പറഞ്ഞിട്ട് ഇപ്പോൾ ഫ്രാങ്കിന് അവരുടെ യഥാർത്ഥ ഫോട്ടോ കാണിച്ചു കൊടുക്കാൻ പോകുന്നു. ഇവിടെ ജെനിഫർ ആണെങ്കിലോ ആ ലാപ്ടോപ്പ് തുറന്നിട്ട് അതിനകത്തുള്ള ഓരോ ഫയലും എടുത്ത് നോക്കാൻ പോവാണ്. അങ്ങനെ നോക്കുമ്പോഴാണ് അവിടെയാണ് ഒരു ഒന്നൊരു ടെസ്റ്റ്. അവന്റെ ലാപ്ടോപ്പിലെ അവനൊരു ബ്ലൂ സ്ക്രീനിന്റെ മുന്നിലായിട്ട് നിന്ന് കുറെ ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ആനി എന്ന് പറഞ്ഞിട്ട് മറ്റൊരു ഫോൾഡറിൽ അവൾ തുറന്ന് നോക്കുമ്പോഴത്തേക്കും അതിനകത്താണ് നമ്മുടെ ജെനിഫറിന്റെയും അതേപോലെ തന്നെ യഥാർത്ഥ റസൽ വില്യം ഉണ്ടല്ലോ അവളുടെ ഭർത്താവ് അവന്റെയും ഫോട്ടോ കാണുന്നത്. അതേപോലെ തന്നെ ഇവിടെ ഓഫീസിൽ കാണിക്കുമ്പോൾ നമ്മുടെ ഫ്രാങ്കിന് ആ മാനേജര് ഇവരുടെ രണ്ടുപേരുടെ യഥാർത്ഥ ഫോട്ടോ കാണിച്ചു കൊടുക്കുന്നു, ജെനിഫറിന്റെയും വില്യമിന്റെയും. അങ്ങനെ ഒരു ഫോട്ടോ നോക്കുമ്പോഴാണ് സൈഡിലായിട്ട് വേറൊരുത്ത് നിൽക്കുന്നുണ്ട്. അത് വേറെ ആരുമല്ല നമ്മുടെ വില്ലൻ. അവന്റെ പേരെന്താണെന്ന് ഫ്രാങ്ക് ചോദിക്കുമ്പോഴത്തേക്കാണ് അവന്റെ പേര് റയാൻ എന്നാണ് പറയുന്നത്. അവനും സെയിം ഈ ഒരു കമ്പനിയിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്, അത് ഇവരോടൊപ്പം. അപ്പോൾ ജെനിഫറിനോടൊപ്പം അവൻ നിൽക്കുന്ന കല്യാണ ഫോട്ടോ ഇതെല്ലാം എങ്ങനെയാണ് ചെയ്തതെന്ന് വെച്ചാൽ അവൻ അതെല്ലാം എഡിറ്റ് ചെയ്തതാണ്. അപ്പൊ ഇവർ രണ്ടുപേരും സത്യങ്ങൾ മനസ്സിലാക്കി യഥാർത്ഥ റസൽ വില്യം അവനെ കാണാനില്ല, അതിന് പകരമാണ് ആ പേര് മാറ്റിയിട്ട് റെയിൻ എന്ന് പറഞ്ഞ ആ ഒരു വില്ലൻ ജെനിഫറിന്റെ ജീവിതത്തിലേക്ക് കയറിയിട്ടുള്ളത്. പക്ഷെ എന്തുകൊണ്ട്, അത് മാത്രമാണ് ഇനി അറിയേണ്ടത്. അങ്ങനെ നമ്മുടെ ഡിറ്റക്റ്റീവ് ഇവരെ പറ്റിയുള്ള എല്ലാ ഡീറ്റെയിൽസും വേണമെന്നും പറഞ്ഞ് ആ ഒരു മാനേജറിനെ പറഞ്ഞു വിടുന്നു. ഇവിടെ ജെനിഫർ ആണെങ്കിലോ അവൾ എല്ലാ കാര്യങ്ങളും കണ്ടുപിടിച്ചു. അപ്പോൾ സ്റ്റാർട്ടിംഗ് സീനിൽ അവളെ കൊല്ലാൻ വന്നതും റയാൻ തന്നെയാണ്.
ഇപ്പോഴാണ് നമ്മുടെ ജെനിഫറിന് പഴയ കാര്യങ്ങളെല്ലാം ഓരോന്നായിട്ട് ഓർമ്മ വരുന്നതും. അങ്ങനെ അവൾ ഈ ലാപ്ടോപ്പിലെ ഇന്റർനെറ്റ് കണക്ഷൻ നോക്കുമ്പോഴത്തേക്കും ഇന്റർനെറ്റ് കണക്ഷൻ കിട്ടുന്നില്ല. അവിടുത്തെ വൈഫൈ മോഡം ഉണ്ടല്ലോ, അതെടുത്ത് നോക്കുമ്പോൾ അതിന്റെ വയറെല്ലാം കട്ട് ചെയ്ത് വിട്ടേക്കുന്നു. എന്ത് ചെയ്യണമെന്നറിയാൻ നിൽക്കുമ്പോഴത്തേക്കാണ് ഇവിടെ നമ്മുടെ വില്ലൻ അവൻ കാറിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും അവന്റെ പേഴ്സ് എടുത്തില്ല എന്നുള്ള കാര്യം അവന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അവനും വണ്ടി തിരിക്കുന്നു. അപ്പോൾ ജെനിഫർ എന്താ ചെയ്യുന്ന വെച്ചാൽ പെട്ടെന്ന് തന്നെ ഈ ഒരു വീട്ടിൽ നിന്ന് രക്ഷപ്പെടണമല്ലോ. അതുകൊണ്ട് തന്നെ അവൾ ആ വീട്ടിൽ നിന്നും തന്റെ ആ ഒരു വടിയും കുത്തിയിട്ട് പെട്ടെന്ന് വെളിയിലേക്ക് ഇറങ്ങാണ്. രക്ഷപ്പെട്ട് പോയേ മതിയാവൂ. അതുമല്ല ഫോണും കയ്യിലെടുത്ത് വെച്ചിട്ട് സിഗ്നൽ കിട്ടുന്നുണ്ടെന്ന് നോക്കുന്നുണ്ട്. പക്ഷേ സിഗ്നൽ കിട്ടുന്നില്ല. അങ്ങനെ നോക്കി നോക്കി കുറെ മുന്നിലേക്ക് വരുന്നതും ഈ ഫോണിൽ ഇത്രയും നേരമായിട്ട് സിഗ്നൽ കിട്ടാത്തത് കൊണ്ട് തന്നെ അവൾ ബാക്ക് കവർ തുറന്ന് നോക്കുമ്പോഴാണ് അതിനകത്ത് സിമ്മ് പോലും ഇട്ടിട്ടില്ല. അങ്ങനെ അതും എടുത്ത് പിന്നെയും അവിടെ നിന്ന് ഓടാണ്. ഈ മുടന്നി ഓടുമ്പോഴത്തേക്കും ആ ഒരു പൂന്തോട്ടത്തിന്റെ സൈഡിലെത്തുമ്പോൾ പെട്ടെന്ന് കാല് തെറ്റി താഴേക്ക് വന്ന് വീഴുന്നു. അത് വീഴുന്നതോ അവൻ കൊന്നു കുഴിച്ചു മുടിയല്ലോ ഒരുത്തൻ. അവന്റെ ശരീരത്തിനടുത്ത് അവന്റെ കൈ കാണാൻ കഴിയുന്നുണ്ട്. ഇത് കണ്ട് പേടിച്ചങ്ങനെ ഇരിക്കുന്നതും പെട്ടെന്ന് പുറകിലൂടെ വന്ന നമ്മുടെ വില്ലൻ അവളുടെ തലയിലേക്ക് ഒരു കല്ലെടുത്തൊരു ഒറ്റയിടി അവളുടെ ബോധം പോയി താഴെ വീഴും. അങ്ങനെ ജെനിഫറിനെ പൊക്കിയെടുത്ത് വില്ലൻ നേരെ മുകളിലേക്ക് കൊണ്ടുവരാണ്. അവളാണെങ്കിൽ ഇപ്പോൾ ബോധം ഇങ്ങനെ പോയി നിൽക്കുന്നു. എന്നിട്ട് നേരെ മുകളിലേക്ക് കൊണ്ടുവന്ന് കട്ടിലേക്ക് എടുത്തിട്ട് അവൾക്ക് മരുന്നെല്ലാം കൊടുക്കും. എന്നിട്ട് ഒരു കുഴപ്പമില്ല, ഓക്കെയാണ്, നീ എന്തിനാ വെളിയിലേക്ക് പോയെന്നെല്ലാം ഒന്നും അറിയാത്തതുപോലെ ഇങ്ങനെ ചോദിക്കും. അപ്പോഴാണ് അവൾക്ക് മനസ്സിലായി സത്യങ്ങളെല്ലാം. അതുകൊണ്ട് തന്നെ അവൾ ചോദിക്കും, നീ ആരാ, നീ എന്റെ ഭർത്താവിനെ എന്താ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ അവന് മനസ്സിലായി ഇവൾക്ക് എല്ലാ സത്യവും മനസ്സിലായെന്ന്. അതുകൊണ്ട് തന്നെ അവൻ പെട്ടെന്ന് ഒരു ചെറിയ ചെയിൻ എടുത്തിട്ട് അവളുടെ കാലി ആ കട്ടിലിൽ വെച്ച് കെട്ടും. ഇതെല്ലാം ഞാൻ നിനക്ക് വേണ്ടിയിട്ടാണ് ചെയ്തത്. ഇത്രയൊക്കെ ചെയ്തിട്ടും നിനക്ക് എന്നോട് നന്ദി ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ ഒരിക്കലുമില്ല. എന്തായാലും ഞാൻ പോയിട്ട് വരാം, കുറച്ചുകൂടി പണി തീർക്കാണ്ടെന്ന് പറഞ്ഞ് അവളെ അവിടെ ആക്കിയിട്ട് അവൻ പെട്ടെന്ന് വെളിയിലേക്ക് വരികയാണ്. എന്നിട്ട് ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് വന്ന് ഏതോ ചാക്കരി ഒരു കാര്യം വാങ്ങിയിട്ട് അവൻ തന്റെ വണ്ടിയുടെ അടുത്തേക്ക് പോകും. അപ്പോഴാണ് അവിടെ വെച്ച് ആ ഒരു നേഴ്സ് ഉണ്ടല്ലോ അവര് ഇവനെ കാണുന്നത്. എന്നിട്ട് ഇവന്റെ പേര് വില്യം എന്ന് ഇങ്ങനെ വിളിക്കുമ്പോൾ അവൻ കേൾക്കാത്തതുപോലെ പെട്ടെന്ന് സാധനം എടുത്ത് വണ്ടിയിലേക്ക് വെച്ചിട്ട് വണ്ടിയിലേക്ക് കയറി വണ്ടി സ്റ്റാർട്ട് ചെയ്യാണ്ട് വരുമ്പോൾ ആ നേഴ്സ് ഓടി വന്നിട്ട്, ഹേയ് വില്യം, നിങ്ങളെ ഞാൻ ഒരുപാട് നേരമായിട്ട് വിളിക്കുന്നു. ഇല്ല, ഞാൻ കേട്ടില്ല, എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ഇല്ല, നിങ്ങളെ ഞാൻ വിളിച്ചിട്ട് കിട്ടിയില്ല. പിന്നെ നിങ്ങൾ ആ ഒരു ഡിറ്റക്റ്റീവ് അന്വേഷിക്കുന്നുണ്ട്. കൂടാതെ അവളുടെ കാലിന് കുറച്ചുകൂടി ട്രീറ്റ്മെന്റ് വേണം, അതുകൊണ്ട് അവളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരണം എന്നെല്ലാം പറയുമ്പോൾ അവൻ പറയും, ഓക്കെ, അതിനെ ഞാൻ നോക്കിക്കോളാം, അവൾക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അവൻ പെട്ടെന്ന് അവളോട് മറുപടി ഒന്നും പറയാതെ കാറും എടുത്ത് അവിടെ നിന്ന് പോവാണ്. അങ്ങനെ അവൻ വണ്ടി നല്ല സ്പീഡിൽ തന്നെ പോകുന്നു. ഈ സിഗ്നലൊന്നും വക വയ്ക്കാതെ നല്ല വേഗതയിൽ പോകുന്നതും കുറേ നേരം കഴിയുമ്പോഴത്തേക്കാണ് അവന്റെ പിറകിൽ ഒരു പോലീസ് വണ്ടി വരുന്നുണ്ട്. പൊന്നു മോനെ, നിന്നെ എന്തായാലും പിടിച്ചു, നീ കുറെ നേരമായി കിടന്ന് അഹങ്കാരം കാണിക്കുന്നു. അങ്ങനെ നമ്മുടെ വില്ലനും വേറെ വഴിയില്ല, വണ്ടി നിർത്തിയാൽ മതിയാവും. കുറേ നേരമായിട്ട് ആ ഒരു പോലീസ് വണ്ടി പുറകെ തന്നെ വരില്ലേ, അതുകൊണ്ട് വണ്ടി സൈഡിലേക്ക് നിർത്തുന്നതും അവിടെയാണ് ഒരു ടെസ്റ്റ്. ഈ പോലീസ് വണ്ടി അവന്റെ പിറകിലല്ല വന്നത്, അത് വേറെ ഇങ്ങോട്ട് പോകുന്നു. അങ്ങനെ അവൻ എന്തായാലും രക്ഷപ്പെട്ടു. അതേസമയം നമ്മുടെ ജെനിഫർ ആണെങ്കിലോ ഈ കാല് ഈ ലോക്കിട്ട് വെച്ചേക്കുന്നത് കൊണ്ട് തന്നെ അവൾക്ക് വലിച്ചിളക്കാൻ കഴിയുന്നില്ല. അപ്പൊ റെസൽ എന്ന് പറഞ്ഞിട്ട് അവന്റെ പേര് ഒരുപാട് തവണ ഇങ്ങനെ വിളിക്കുന്നുണ്ട്. പക്ഷെ അവനും കേൾക്കുന്നില്ല, കാരണം അവൻ വീട്ടിലില്ലല്ലോ. അതുകൊണ്ട് തന്നെ അവൾ എന്താ ചെയ്യുന്ന വെച്ചാല് രണ്ടും കൽപ്പിച്ച് ഈ ഒരു കാലിൽ നിന്ന് അത് വലിച്ചിളക്കാന്ന് പറഞ്ഞ് കട്ടിലിന്റെ മറ്റൊരു വശത്തേക്ക് ഇങ്ങനെ പിടിച്ചിട്ട് നല്ല ശക്തിയിൽ ഇങ്ങനെ വലിച്ച് ഒരു വിധത്തില് നല്ല വേദനയുണ്ട്. അതുമല്ല അവളുടെ വേദനയുള്ള കാലിലാണ് അത് കെട്ടിയിട്ടേക്കുന്നത്. അതുകൊണ്ട് തന്നെ അവൾ വലിച്ച് കാല് വെളിയിലേക്ക് വരും. എന്നിട്ട് അവിടെ നിന്നും പതിയെ വെളിയിലേക്ക് ഇറങ്ങിയിട്ട് ഇപ്പൊ ആ സ്റ്റെപ്പ് ഇറങ്ങണം. എങ്ങനെയെങ്കിലും സ്റ്റെപ്പ് പിടിച്ച് പതിയെ താഴേക്ക് ഇറങ്ങി അവിടെ നിന്ന് നേരെ പോകുന്നത് കിച്ചണിലേക്കാണ്. കിച്ചണിലേക്ക് ചെന്നിട്ട് കത്തി എന്തെങ്കിലും ഉണ്ടെന്ന് നോക്കുമ്പോഴത്തേക്കും ഒന്നും കിട്ടുന്നില്ല. അവിടെ വെച്ചിട്ടാണ് അവർക്കൊരു ടേപ്പ് കിട്ടുന്നത്. അതെടുത്ത് ഈ വേദനയുള്ള കാലിൽ നല്ലതുപോലെ ചുറ്റും നടക്കാൻ വേണ്ടി. അങ്ങനെ അത് നല്ലതുപോലെ ചുറ്റിയിട്ട് ഇപ്പൊ കാർ എടുക്കുന്ന ആ ഒരു ഷെഡ് ഉണ്ടല്ലോ അതിനകത്തേക്ക് കയറി ചെല്ലും. അവിടെ ചെല്ലുമ്പോൾ നല്ല സ്മെല്ലുണ്ട്. ഓക്കെ, അതൊന്നും പെട്ടെന്ന് വക വയ്ക്കാതെ അവൾ ആ കാറിന്റെ ഡോർ തുറന്ന് അകത്തേക്ക് കയറിയിട്ട് കാർ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് വരുമ്പോഴത്തേക്കാണ് ഈ ഷെഡിന്റെ ഡോറ് ആരോ ഓപ്പൺ ചെയ്തതുപോലെ എന്തായാലും വില്ലൻ അവിടേക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ അവൾ കാറിനകത്ത് ഇങ്ങനെ ഒളിച്ചിരിക്കുന്നതും അവൻ തന്നെയാണ് അവിടെ വന്നിട്ടുള്ളത്. എന്നിട്ട് ഈ വണ്ടിക്കകത്ത് നിന്ന് എന്തോ ഒരു ചാക്കുണ്ടല്ലോ അതെടുത്ത് അകത്തേക്ക് കൊണ്ടുവച്ചിട്ട് അവൻ നടന്നു പോകുമ്പോഴത്തേക്കും എന്തായാലും ഇവളെ കാണുന്നില്ല. അതേപോലെ തന്നെ അവളിരിക്കുന്ന ആ ഒരു കാറിന്റെ ബാക്ക് ഭാഗം തുറന്ന് നോക്കുമ്പോഴത്തേക്കാണ് അതിനകത്ത് ജെനിഫറിന്റെ യഥാർത്ഥ ഭർത്താവ് റസൽ വില്യം അവനെ കൊന്നിട്ടേക്കാണ്. അതിന്റെ സ്മെല്ലായിരുന്നു അത്. അങ്ങനെ അത് നോക്കി അങ്ങനെ അവൻ ആ ഒരു ഷെഡിന്റെ ഡോർ അടച്ചിട്ട് ഇപ്പൊ വീടിനകത്തേക്ക് കയറാൻ പോവാണ്. ഇവളെ കണ്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ഇത് പ്രശ്നവും. അതുകൊണ്ട് തന്നെ അവൻ കാണാതെ ജെനിഫർ പെട്ടെന്ന് വെളിയിലേക്ക് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് അവളും ഈ വീടിന്റെ അടുക്കള വഴി നേരെ അകത്തേക്ക് കയറും. എന്നിട്ട് അവൻ മുകളിലേക്ക് വരുന്നതിന് മുന്നേ തന്നെ പെട്ടെന്ന് മുടന്തി ആ ഒരു സ്റ്റെപ്പ് എല്ലാം വലിഞ്ഞു പിടിച്ച് കയറി എങ്ങനെയാണ് താഴേക്ക് ഇറങ്ങി വന്നത് അതുപോലെ തന്നെ മുകളിലേക്ക് കയറിയിട്ട് തന്റെ റൂമിനകത്തേക്ക് ചെന്ന് ആ വിലങ്ങിട്ടേക്കുന്ന കാലുണ്ടല്ലോ അതെടുത്ത് അവിടെ തന്നെ വെച്ചിട്ട് ഒരു ബെഡ്ഷീറ്റ് എടുത്ത് അതങ്ങ് മൂടി വെക്കും. എന്നിട്ട് ഒന്നും അറിയാത്തതുപോലെ ഇങ്ങനെ കിടക്കും. അങ്ങനെ നമ്മുടെ വില്ലനും പതിയെ മുകളിലേക്ക് കയറി വന്ന് അകത്തേക്ക് ചെല്ലുമ്പോൾ അവൾ ആ ഒരു കാലിൽ ബെഡ്ഷീറ്റ് ഇട്ടേക്കുന്നു. സംശയം കൊണ്ട് അവൻ പതിയെ അടുത്തേക്ക് വരുമ്പോൾ അവൾ നോർമലായിട്ട് സംസാരിക്കുന്നുണ്ട്. സോറി, നീ പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, നമുക്കെല്ലാം ഒന്നേന്ന് തന്നെ തുടങ്ങാം. നിന്നെ ഇഷ്ടപ്പെടാനായിട്ട് എനിക്ക് കുറച്ച് സമയം വേണം എന്നെല്ലാം അവൾ ചോദിക്കുന്നുണ്ട്. കാരണം അവളുടെ മനസ്സ് മാറ്റാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ വില്ലൻ അവളുടെ കാലിനടുത്തേക്ക് വന്നിട്ട് ആ ഒരു ബെഡ്ഷീറ്റ് മാറ്റാനായിട്ട് വരുന്നതും പെട്ടെന്ന് വെടിയില്ല ആരോ ബെല്ലടിക്കുന്നത് പോലെ അവൻ പറയും ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് അവൻ പെട്ടെന്ന് താഴേക്ക് ഇറങ്ങി പോകുന്നു.
എന്നിട്ട് ഈ ഇന്റർകോം വഴി അതാരാണെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോഴാണ് അത് നമ്മുടെ ഡിറ്റക്റ്റീവ് ഫ്രാങ്ക് എന്തോ ഭാഗ്യത്തിന് കണ്ടുപിടിച്ച് ഈ സ്ഥലത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ വില്ലൻ പറയും, സോറി സാർ, ഇപ്പോൾ എനിക്ക് എന്തായാലും സമയമില്ല, വെള്ളിലേക്ക് വരാൻ കഴിയത്തില്ല, നിങ്ങൾ പോയിട്ട് മറ്റൊരു സമയത്ത് വരാൻ പറയുമ്പോൾ ഫ്രാങ്ക് പറയും, ഇല്ല റസൽ, എനിക്ക് എന്തായാലും നിന്നോട് സംസാരിച്ചേ മതിയാവും എന്ന് പറയുമ്പോൾ വേറെ വഴിയില്ലാതെ വില്ലൻ ഇപ്പോൾ ആ ഒരു ഗേറ്റ് തുറന്നെടുക്കാണ്. അങ്ങനെ ഫ്രാങ്ക് തൻ്റെ കാർ ഓടിച്ച് ഉള്ളിലേക്ക് വരുന്നതും ഈ ശബ്ദം കേട്ടിട്ട് നമ്മുടെ ജെനിഫർ ജനാല വഴി പുറത്തേക്ക് നോക്കുമ്പോൾ ഈ പോലീസിനെ താഴെ വന്നുള്ള കാര്യം അവൾക്ക് മനസ്സിലായി. അങ്ങനെ ഫ്രാങ്ക് ഇപ്പോൾ കാറിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങിയിട്ട് അവനെ വിളിക്കുകയാണ്. അവനെ വിളിക്കുമ്പോഴത്തേക്ക് അവൻ വെളിയിലേക്ക് ഇറങ്ങി വരുന്നില്ല. അങ്ങനെ ഫ്രാങ്ക് ഈ വീടിന് വെളിയിലുള്ള അവൻ്റെ പേര് അത് ഇളക്കി ഇങ്ങനെ മാറ്റുമ്പോഴത്തേക്കും ആ വീടും അവൻ്റേതല്ലെന്ന് അവനക്ക് മനസ്സിലായി. അതേപോലെ പല കാര്യങ്ങളും ആ ഒരു വെള്ള പിക്കപ്പ് ട്രക്ക് അത് കണ്ടുപിടിക്കുന്നു. ഇങ്ങനെ ഇവൻ ചെയ്ത പല കാര്യങ്ങളും കണ്ടുപിടിച്ചിട്ട് ഇവൻ എന്തായാലും നിസാരക്കാരനല്ല എന്നുള്ള കാര്യം ഫ്രാങ്ക് മനസ്സിലാക്കും. അങ്ങനെ അവിടെ ഇല്ല ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ ജെനിഫർ ഇപ്പോൾ മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്നിട്ട് ഈ കിച്ചന്റെ ഭാഗത്തേക്ക് വന്ന ആ ഒരു ജനാല വഴി ഫ്രാങ്കിനെ നോക്കിയിട്ട് സാർ പ്ലീസ് ഹെൽപ്പ് ചെയ്യണമെന്ന് ഇങ്ങനെ പറയുമ്പോൾ ഇവൻ അടുത്തേക്ക് വരുമ്പോൾ തന്നെ അവൾ പറയുന്നുണ്ട്, അവൻ ദേ വീടിനകത്തുണ്ട്, ഇതുവഴി ഇങ്ങനെ വരാൻ പറയും. അപ്പോൾ ഫ്രാങ്ക് പതിയെ ദേ ഇപ്പോൾ വരാമെന്നും പറഞ്ഞ് ഫ്രാങ്ക് തൻ്റെ കയ്യിലുള്ള ആ ഒരു തോക്കും എടുത്ത് പതിയെ ഡോറിന് മുന്നിലേക്ക് വരുന്നതും അവിടെയായിരുന്നു ഒരു കാര്യം. വില്ലനുണ്ടല്ലോ, അവനിപ്പോൾ ഫ്രാങ്കിന്റെ പിറകെ വന്ന് അവന്റെ തലയിലേക്ക് ഒരു കമ്പെടുത്തൊരു ഒറ്റയടി ഫ്രാങ്കിന്റെ ബോധം പോയി. അതുപോലെ നമ്മുടെ ജെനിഫർ അകത്ത് നിൽക്കുന്നത് കണ്ടിട്ട് വില്ലൻ നേരെ അകത്തേക്ക് കൂടി കയറി വരുന്നത് ജെനിഫർ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അതിന് മുന്നേ തന്നെ അവളുടെ മുന്നിലേക്ക് വന്നു നിന്ന് അവളെ പിടിച്ച് ആ സോഫയിലേക്ക് കിടത്തിയിട്ട് അപ്പോൾ അവൾ ചോദിക്കും, നീ ആരാ, നീ എന്തിനാ ഇതെല്ലാം ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും, ഞാൻ നിന്റെ ഭർത്താവ്, അത് വഴിയെ തന്നെ നിനക്ക് മനസ്സിലാവും, ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് പോകാനായിട്ടാണ് നീ ശ്രമിക്കുന്നതെങ്കിലേ പിന്നെ നിന്റെ ഈ വയ്യാത്ത കാലം ഒരിക്കലും ശരിയാവാൻ പോകുന്നില്ല എന്നും പറഞ്ഞ് അവളുടെ കാല് പിടിച്ചിട്ട് അത് ഒടിക്കാനായിട്ട് ഇങ്ങനെ നിൽക്കാണ്. എന്നിട്ട് പറയും, ഇതെല്ലാം മറന്ന് പുതുതായിട്ട് എന്നോട് ജീവിക്കാൻ താല്പര്യമുണ്ടോ, തയ്യാറാണെന്ന് നീ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നിനക്ക് ഒരു കുഴപ്പമുണ്ടാകത്തില്ല എന്ന് പറയുന്നത്. അവളുടെ കാല് പിടിച്ചിങ്ങനെ വേദനിപ്പിക്കുമ്പോൾ ജെനിഫറിന് വേറെ വഴിയില്ല, പറഞ്ഞു പറ്റൂ, ഇല്ലാന്നുണ്ടെങ്കിൽ അവളുടെ കാലൊടിയും. അതുകൊണ്ട് അവൾ ഓക്കെ പറയുന്നതും അവൻ പറയും, ശരി അങ്ങനെയാണെങ്കിൽ എല്ലാം നമുക്ക് ശരിയാക്കാന്ന് പറഞ്ഞിട്ട് അവളെ പൊക്കിയെടുത്ത് നേരെ മുകളിലത്തെ മുറിയിലേക്ക് കൊണ്ടുവരും. അങ്ങനെ അവിടെ കൊണ്ടുവന്ന് അവളെ കിടത്തിയിട്ട് ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് അവൻ താഴേക്ക് ഇറങ്ങി പോകുന്നതും ജെനിഫർ വിടുന്ന അവൻ്റെ ഫോണ് അടിച്ചു മാറ്റിയിരുന്നു. അതെടുത്ത് വെച്ചിട്ട് അതിലുള്ള വീഡിയോസ് എല്ലാം ഇങ്ങനെ നോക്കുമ്പോഴാണ് അത് അവൻ്റെ ഫോൺ പോലും അല്ല, അവളുടെ ഭർത്താവിൻ്റെ റസൽ വില്യം ഉണ്ടല്ലോ യഥാർത്ഥ മരിച്ചുപോയ അവൻ്റെ ഫോണായിരുന്നു. അതിൽ ഇവർ രണ്ടുപേരും ഇവിടേക്ക് വന്നിട്ടുള്ളതും അതേപോലെ തന്നെ ഇവിടെ നിന്ന് വീഡിയോ എടുത്തിട്ടുള്ള കാര്യങ്ങൾ ഇതെല്ലാം അവൾ കണ്ട് നല്ലതുപോലെ വിഷമിക്കും. അപ്പോഴാണ് വില്ലൻ നമ്മുടെ ഫ്രാങ്കിനെ വലിച്ചെടുത്ത് ആ ഒരു ഗ്യാരേജിനകത്തേക്ക് കൊണ്ടുവന്നു. എന്ത് ചെയ്യാനാണെന്ന് അറിയത്തില്ല. അത് കഴിഞ്ഞിട്ട് അവൻ തിരിച്ച് വീടിനകത്തേക്ക് ഒരു കയറുമായിട്ട് കയറി വരുന്നത് ജെനിഫർ ഇപ്പോൾ ഒന്നും അറിയാത്തതുപോലെ തന്നെ ആ കട്ടിലിൽ കിടക്കാണ്. ഇവനിപ്പോൾ അകത്തേക്ക് വന്ന് എന്താ ചെയ്തെന്നറിയോ നമ്മുടെ ജെനിഫറിന്റെ. അങ്ങനെ അകത്തേക്ക് വന്നിട്ട് അവളുടെ രണ്ട് കൈയും പിടിച്ച് അതിങ്ങനെ കെട്ടിയിടും. അപ്പോൾ പറയും, ഇല്ല നമുക്ക് സമാധാനമായിട്ട് പോകാന്ന് പറയുമ്പോൾ, ഇല്ല ഞാൻ ആഗ്രഹിക്കുന്നത് എന്തായാലും അത് നേടാനായിട്ട് ഞാൻ ശ്രമിക്കും, അതിന് എത്ര വർഷം എടുത്താലും എന്നും പറഞ്ഞിട്ട് അവളുടെ കൈ കെട്ടിയിടുമ്പോൾ ഇവിടെയാണ് നമുക്കൊരു കാര്യം മനസ്സിലാവുന്നത്. സത്യത്തിലെ ഇവളെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇവൻ ഇത്രയും കാലം ശ്രമിച്ചിരുന്നത്. അതുപോലെ അവൾ വർക്ക് ചെയ്യുന്ന ഓഫീസിൽ അവളോടൊപ്പം തന്നെ വർക്ക് ചെയ്തത് ഇതിനെല്ലാം കാരണം അവളെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ടാണ് അവൻ അവൾക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളെല്ലാം പറയുന്നത്. ഒരേ ഓഫീസിൽ തന്നെ അവളോടൊപ്പം വർക്ക് ചെയ്തു, അവളെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും അവൻ ഇത്രയും വർഷം നോക്കി മനസ്സിലാക്കുമായിരുന്നു. അപ്പോഴാണ് റസൽ വില്യം അവളോട് ഇഷ്ടം പറഞ്ഞതും അവർ തമ്മിലുള്ള ആ ഒരു വിവാഹം കഴിഞ്ഞതും. പക്ഷെ അതും അവന് സഹിക്കാൻ കഴിഞ്ഞില്ല. അതുപോലെ അവളെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ടാണ് റസലിനെ അവൻ കൊന്നത്. അതേപോലെ തന്നെ ഇതിന് തടസ്സമായിട്ട് നിൽക്കുന്നത് ആരൊക്കെയാണോ അവരെല്ലാവരെയും അവൻ കൊന്നു. ജെനിഫറിന്റെ അച്ഛനും അമ്മയും ഇവരെല്ലാവരെയും കൊന്നതും ഇവൻ തന്നെയാണ്. കാരണം ജെനിഫറിനെ സ്വന്തമാക്കാൻ വേണ്ടി. അതുമല്ലാതെ ജെനിഫറിനെ ഇനി വേറെ ആർക്കും കിട്ടണ്ട, അവളെ കൊല്ലാൻ ശ്രമിച്ചത് ഇവൻ തന്നെയായിരുന്നു. അങ്ങനെ ശ്രമിച്ചപ്പോഴത്തേക്കാണ് അവൾക്ക് ആ ഒരു ആക്സിഡന്റ് സംഭവിച്ച് ഹോസ്പിറ്റലിൽ ചെന്നിട്ട് പിന്നീട് മനസ്സിലാക്കിയത് അവളുടെ ഓർമ്മ നഷ്ടപ്പെട്ടു എന്ന്. അതുപോലെ നല്ലൊരു ഭാഗ്യമായിരുന്നു. അത് വെച്ച് അവളെ എന്തായാലും സ്വന്തമാക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഇവ ഫേക്കായിട്ട് അവന്റെ പേര് റസൽ വില്യം എന്നാക്കി അവളുടെ ഭർത്താവാണെന്നുള്ള രീതിയിൽ അവളെ സ്വന്തമാക്കാൻ ശ്രമിച്ചതും ഇത്രയും കാര്യങ്ങൾ സംഭവിച്ചതും. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട് അവളെ ഉമ്മ വയ്ക്കുന്നതും അവൾ വിടുന്ന അവന്റെ ചുണ്ടിൽ കടിച്ചു കൊടുക്കും. ദേഷ്യം കാരണം അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് അവന്റെ കയ്യിലുള്ള ലൈറ്റർ ഉണ്ട് അതെടുത്ത് ആ ഒരു മേശപ്പുറത്ത് വെച്ചിട്ട് അവൻ വെളിയിലേക്ക് പോകുന്നതും അവൾ ആ ഒരു ലൈറ്റർ കാലുകൊണ്ട് എടുക്കാൻ ശ്രമിക്കും. അങ്ങനെ തട്ടി തട്ടി ആ ഒരു ലൈറ്റർ താഴെ വീഴുന്നു. അതേസമയം ഇവിടെ നമ്മുടെ ഫ്രാങ്കിനെ കാണിക്കുമ്പോൾ ഫ്രാങ്ക് ഒരു ഇരുട്ടുള്ള സ്ഥലത്ത് കിടക്കാണ്. വേറൊന്നല്ല, അവിടെ ഒരു പഴയ റെഫ്രിജറേറ്റർ ഉണ്ട്, അതിനുള്ളിലാണ് അവൻ കിടക്കുന്നത്. ഇപ്പൊ അവിടെ നിന്ന് അവൻ എഴുന്നേറ്റ് അവന്റെ തോക്ക് നോക്കുമ്പോൾ തോക്ക് കാണാനില്ല. അങ്ങനെ അതിൽ നിന്ന് പുറത്തിറങ്ങാൻ വേണ്ടി ഫ്രാങ്ക് ശ്രമിക്കുന്നു. ഇവിടെ മുകളിൽ കാണിക്കുമ്പോഴത്തേക്കും ആ വില്ലൻ വീണ്ടും മുറിക്കകത്തേക്ക് കയറി വരുമ്പോൾ ജെനിഫർ ഒന്നും അറിയാത്തതുപോലെ, ഓക്കെ നീ നേരത്തെ പറഞ്ഞ കാര്യം ഞാൻ ഒന്നുകൂടി ആലോചിച്ചു, എന്തായാലും എൻ്റെ ഭർത്താവ് മരിച്ചു, അതുകൊണ്ട് ഇനി പുതുതായിട്ട് നിന്നോട് തന്നെ ജീവിക്കാം എന്ന് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്, എനിക്ക് കുറച്ച് സമയം മാത്രം തന്നാൽ മതി എന്ന് പറയുമ്പോൾ അവൻ അടുത്തേക്ക് വന്നിട്ട്, ഓക്കെ നീ അങ്ങനെയാണെങ്കിലേ ആവശ്യത്തിന് സമയം എടുത്തോ, ബാക്കി എന്തായാലും നമുക്ക് നോക്കാമെന്ന് പറഞ്ഞ് അവൾ പറയും, എനിക്ക് കുടിക്കാനായിട്ട് ഇത്തിരി വെള്ളം വേണം, ഒന്ന് എടുത്തോണ്ട് വരുമെന്ന് ചോദിക്കുമ്പോൾ അവനിപ്പോൾ സന്തോഷിച്ച് നേരെ കിച്ചണിലേക്ക് പോയിട്ട് വെള്ളം എടുക്കാൻ പോവാണ്.
ആ സമയം കൊണ്ട് ജെനിഫർ തന്റെ കാല് വെച്ചിട്ട് ആ ലൈറ്റർ എങ്ങനെയും മുകളിലേക്ക് പൊക്കിയെടുക്കും. എന്നിട്ട് അത് കത്തിച്ച് അവളുടെ കയ്യിൽ കെട്ടിരിക്കുന്ന ആ ഒരു കയറുണ്ടല്ലോ അത് അടിക്കാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ കത്തിച്ച് അവസാനം ഈ വില്ലൻ ഇപ്പോ വെള്ളം എടുത്ത് അകത്തേക്ക് വരുന്നു. അവൻ വന്ന് ഡോർ തുറക്കാറാവുന്നതും പെട്ടെന്ന് ഇതിനകത്ത് അവൾ ആ ഒരു കയറ് കത്തിച്ചങ്ങ് എടുത്ത് മാറ്റി എന്നിട്ട് കയ്യിലെ കെട്ടുവഴിച്ചു. അങ്ങനെ വില്ലൻ ഡോർ തുറന്ന് അകത്തേക്ക് കയറുമ്പോൾ ജെനിഫറിനെ അവിടെ കാണുന്നില്ല. എന്താണെന്ന് പറഞ്ഞ പോലെ നോക്കി നിൽക്കുന്നതും പുറകിലൂടെ ഒരു ഗ്ലാസ് കൊണ്ടുവന്ന് അവന്റെ തലയിലേക്ക് ഒരു ഒറ്റയടി അവൻ താഴെ വീഴും. എന്നിട്ട് അവന്റെ പുകയിൽ നിന്ന് ആ ഒരു കീ എടുത്ത് അവൾ പെട്ടെന്ന് തന്നെ ആ ഒരു ഡോർ അടച്ച് അത് വെളിയിൽ നിന്ന് ലോക്ക് ചെയ്യും. എന്നിട്ടാണ് എന്തായാലും വെളിയിലേക്ക് ഇറങ്ങുന്നത്. അതെന്തായാലും നല്ല കാര്യമായി. അങ്ങനെ വെളിയിലേക്ക് വന്ന് താഴേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും അവളുടെ കാല് തെറ്റിയിട്ട് ഉരുണ്ട് താഴെ വീഴുന്നുണ്ട്. എന്നിരുന്നാലും എഴുന്നേറ്റ് പെട്ടെന്ന് കിച്ചണിലേക്ക് വരുമ്പോൾ ഈ പാകത്ത് നമ്മുടെ വില്ലൻ എഴുന്നേറ്റിട്ട് ജെനിഫറിനെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, ഹേ ജെനിഫർ, നിനക്ക് എന്തായാലും ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ കഴിയത്തില്ല. കാരണം ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ദൂരം നീ ഓടേണ്ടി വരും എന്നെല്ലാം പറയുന്നുണ്ടെങ്കിലും അവൾ അതൊന്നും കേൾക്കാതെ എത്ര പെട്ടെന്ന് ഈ ഒരു വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റുമോ അതേപോലെ തന്നെ അവൾ ഡോറും തുറന്ന് വീടിന് വെളിയിലേക്ക് ഇറങ്ങാണ്. എന്നിട്ട് അവിടെ നിന്നും ഈ വീടിനടുത്തുള്ളൊരു കാടുണ്ട് അതിനകത്തേക്ക് ഓടിക്കയറും. അതേസമയം നമ്മുടെ പോലീസുകാരൻ ഫ്രാങ്ക് ഉണ്ടല്ലോ, അവനിപ്പോൾ ആ ഒരു ബോക്സ് ചവിട്ടി തുറന്ന് എങ്ങനെയോ വെളിയിലേക്ക് ഇറങ്ങി. എന്നിട്ട് തന്റെ തോക്കും തിരക്കി അവിടെ നിന്ന് വെളിയിലേക്ക് ഇറങ്ങുന്നു. ആ സമയം നമ്മുടെ ജെനിഫർ ഈ കാട്ടിലൂടെ രക്ഷപ്പെട്ടിങ്ങനെ ഓടുകയാണ്. പക്ഷെ അവൻ അവളെ കാണുന്നില്ല. അവളുടെ പേര് വിളിച്ചിട്ട് അവിടെ നിൽക്കാൻ പറയും. നീ എത്ര രക്ഷപ്പെടാൻ ശ്രമിച്ചാലും കഴിയത്തില്ല എന്നെല്ലാം പറഞ്ഞ് അവൻ പുറകെ നടന്നു വരുന്നത്. ജെനിഫർ ഇപ്പോൾ ഒരു മരത്തിനടുത്ത് ഒളിച്ചു നിന്നിട്ട് പെട്ടെന്ന് മുന്നിലേക്ക് പോകുമ്പോഴത്തേക്കും അവളുടെ കാല് മടങ്ങി അവൾ താഴെ വീഴുന്നു. വേദന അറിഞ്ഞ അവൾ വിളിക്കുമ്പോഴത്തേക്കും ഈ ശബ്ദം കേട്ട് വില്ലൻ ആ വശത്തേക്ക് വരും. അങ്ങനെ അവൻ നടന്നു വരുന്നതും ഇവരുടെ പിറകെ തന്നെ നമ്മുടെ പോലീസുകാരനും വരുന്നുണ്ട്. പക്ഷെ പോലീസുകാരൻ ഇവരെ എവിടെയാണ് നിൽക്കുന്നതെന്ന് അറിയത്തില്ല. അങ്ങനെ കാണിക്കുമ്പോഴത്തേക്കാണ് ജെനിഫർ ഇപ്പോൾ ഒരിടത്ത് ഒളിച്ചിരിക്കുകയാണ്. ആ വശത്തേക്ക് തന്നെ വില്ലനും വന്നു. എന്നിട്ടാണ് അപ്പൊ ഇത് കണ്ട അവള് ഒരു കല്ലെടുത്ത് കുറച്ച് ദൂരേക്ക് തന്നെ എറിയും. ആ കല്ല് വന്ന് വീഴുന്നതും വില്ലന്റെ ശ്രദ്ധ ആ ഒരു വശത്തേക്ക് മാറുമ്പോൾ അവള് പതിയെ പുറകിലൂടെ വന്ന് ഒരു തടിയെടുത്ത് അവന്റെ തലയിലേക്ക് ആദ്യം ഒരു അടി, എന്നിട്ട് രണ്ടാമത് അടിക്കാൻ വരുമ്പോൾ അവൻ അതിനു മുന്നേ തന്നെ അവളെ പിടിച്ചു വെച്ചിട്ട് ഒരൊറ്റ തള്ള് അവൾ മുകളിൽ നിന്ന് ഉരുണ്ട് താഴേക്ക് വന്ന് വീണ് ഇപ്പൊ അനങ്ങാൻ കഴിയാതെ അവിടെ കിടക്കാണ്. അങ്ങനെ അവന് താഴേക്ക് വന്നിട്ട് അവന്റെ കയ്യിലാണ് ആ ഒരു ഫ്രാഗിന്റെ തോക്കുള്ളത്. അതെടുത്ത് വെച്ച് ഞാൻ എത്രയൊക്കെ ശ്രമിച്ചു പക്ഷെ കഴിയുന്നില്ല. അതുകൊണ്ട് നിന്നെ എന്തായാലും കൊല്ലാൻ പോകണമെന്ന് പറഞ്ഞ ആ ഒരു തോക്കെടുത്ത് അവളെ ഷൂട്ട് ചെയ്യാൻ വരുമ്പോൾ അവൾ വേണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷെ അതിനു മുന്നേ തന്നെ അവൻ ഷൂട്ട് ചെയ്യാനായിട്ട് വരുന്നതും പെട്ടെന്ന് നമ്മുടെ പോലീസുകാരെ പുറകിലൂടെ വന്ന് വില്ലനെ ഇടിച്ച് താഴെ കിട്ടിട്ട് ഇവര് രണ്ടുപേരും താഴെ കിടന്ന് പിടിയും വലിയാവുന്നു. അങ്ങനെ രണ്ടുപേരും നല്ലതുപോലെ ഫൈറ്റ് ചെയ്ത് വില്ലൻ ഇപ്പോൾ ഫ്രാങ്കിന്റെ കഴുത്ത് ഞെരിച്ച് അവനെ കൊല്ലാൻ ശ്രമിക്കുകയാണ്. ആ സമയത്താണ് നമ്മുടെ ജെനിഫർ താഴെ കിടക്കുന്ന ആ ഒരു തോക്കുണ്ടല്ലോ അതങ്ങെടുക്കും. അതെടുത്ത് ഈ വില്ലന്റെ നേർക്കരെ ചൂണ്ടിയിട്ട് എങ്ങനെയോ അവൾ വില്ലന്റെ മുതുകിലേക്ക് ഷൂട്ട് ചെയ്യും. അപ്പോൾ വില്ലൻ അവിടെ നിന്ന് എഴുന്നേറ്റ് അവളുടെ അടുത്ത് ഇങ്ങനെ നടന്നു വരുന്നുണ്ട്. അവൾ വീണ്ടും ട്രൈ ചെയ്തിട്ട് ഇപ്പോൾ അവന്റെ തോളിലേക്ക് ഷൂട്ട് ചെയ്ത് കൊടുക്കുന്നതും വില്ലൻ അവിടെ മരിച്ചു വീഴുന്നു. അതോടെ നമ്മുടെ വില്ലൻ മരിച്ചു. അങ്ങനെ ഫ്രാങ്ക് എഴുന്നേറ്റ് ജെനിഫറിനെ രക്ഷിച്ച് കുഴപ്പമില്ല ഓക്കെ ആണെന്നെല്ലാം പറഞ്ഞിട്ട് അവളെ ഇങ്ങോട്ട് പോവാണ്. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ 3 മാസങ്ങൾക്ക് ശേഷം കാണിക്കുമ്പോൾ ഫ്രാങ്ക് ഇപ്പോൾ തന്റെ മകൾക്ക് വേണ്ടി വാങ്ങി വെച്ചിരിക്കുന്ന ആ ഒരു പാവളൊക്കെ ഉണ്ടല്ലോ അതെല്ലാം പാവപ്പെട്ട കുട്ടികൾക്ക് വെറുതെ കൊടുക്കാൻ പോവാണ്. ഇനിയിപ്പോൾ തന്റെ മകളുടെ ഓർമ്മ അവന് വേണ്ട. എന്താണെന്ന് കാണിക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ ജെനിഫർ ഫ്രാങ്കിന്റെ വീടിനടുത്ത് തന്നെയാണ് താമസിക്കുന്നത്. ജെനിഫറിനെ ഇപ്പൊ തന്റെ സ്വന്തം മകളായിട്ട് അവൻ കാണുന്നുണ്ട്. അങ്ങനെ ഇവർ രണ്ടുപേരും അവരുടേതായിട്ടുള്ള ജീവിതം സന്തോഷത്തോടെ ജീവിക്കുന്നതും ഈ മൂവിയും ഇവിടെ വെച്ച് അവസാനിച്ചു. അപ്പൊ അടുത്തൊരു നല്ല മൂവിയായിട്ട് ഉടനെ തന്നെ വരാം. അതുവരെയും ബൈ.